ധ്വംസനം കുറ്റവാളികളെ ശിക്ഷിക്കുക എന്ന വിഷയത്തെ മുൻനിർത്തി ഇവിടെ നടക്കുന്ന റാലിയും സമ്മേളനവും തീർച്ചയായും ഒരു ജനതയുടെ വികാരമാണ് പ്രകാശിപ്പിക്കുന്നത്. ലിബർഹാൻ കമ്മിറ്റി റിപ്പോർട്ട് ചോർന്ന് കിട്ടിയതിലൂടെയാണ് ഇന്ത്യയിൽ വീണ്ടും ബാബരി ധ്വംസനവുമായി ബന്ധപ്പെട്ട് ഒരു സംവാദം നടക്കുന്നത് എന്നത് ഏറെ ദുഃഖകരമാണ്. കാരണം ഒരു സംഭവത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരുന്നത്, അന്വേഷണ കമ്മീഷൻ വെക്കേണ്ടി വരുന്നത് ആ സംഭവത്തിലോ കുറ്റകൃത്യത്തിലോ ദുരൂഹത ഉണ്ടാവുമ്പോഴാണ്. യഥാർത്ഥത്തിൽ അയോധ്യയിൽ നടന്ന ബാബരി മസ്ജിദ് തകർക്കൽ വളരെ പച്ചയായ, വളരെ സുതാര്യമായ ഒരു ഏർപ്പാടായിരുന്നു. അതിൽ യാതൊരു ദുരൂഹതയും ഉണ്ടായിരുന്നില്ല. അത് നടത്തിയവർക്കോ അതിന് സാക്ഷ്യം വഹിച്ചവർക്കോ അക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഇതുമായൊരു ദീർഘമായ ഭാഷണം ഇവിടെ നടത്തണമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ കൂടിയ ആളുകൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് കുറേയൊക്കെ ബോധ്യമുണ്ട് എന്നത് തന്നെയാണ്. അങ്ങനെ ദീർഘമായ ഒരു ഭാഷണം ആവശ്യമില്ല എന്ന് എന്നോട് പറയുന്നത്. അതേസമയം ഒരു കാര്യം മാത്രം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വളരെ പച്ചയായി, വളരെ പ്രകടമായി നടന്ന ഒരു കുറ്റകൃത്യം ഒരു അന്വേഷണ കമ്മീഷന്റെ വിഷയം പോലും ആകേണ്ടതില്ല. കാരണം 1984 ശിലാന്യാസം നടത്തിയ സന്ദർഭം മുതൽ ഇന്ത്യയിലെ തന്നെ, ലോകത്തിലെ തന്നെ ഒരു ചർച്ചാ വിഷയമായത് സംഘപരിവാർ ബാബരി മസ്ജിദ് തകർക്കുമോ, അതിന് ഇന്ത്യൻ ഭരണകൂടം അനുവദിക്കുമോ എന്നതായിരുന്നു. മറിച്ച് ബാബരി മസ്ജിദ് തകർക്കുമോ എന്ന സംശയം, ഏതെങ്കിലും രീതിയിൽ സംശയം സംഘപരിവാറിനുണ്ടായിരുന്നില്ല. സംഘപരിവാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഞങ്ങൾ ബാബരി മസ്ജിദ് തകർക്കുമെന്നും ഞങ്ങൾ ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്ന് പൂജ നടത്തി അവിടെ എത്തിക്കുന്ന ശിലകൾ അവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുമെന്നും അങ്ങനെ ക്ഷേത്ര നിർമ്മാണത്തിലൂടെ സവർണതയുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുമെന്നുമാണ് അവരാവർത്തിച്ച് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് വളരെ പച്ചാപ്പകൽ, വളരെ പ്രകടമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കുറ്റകൃത്യം ചെയ്താൽ ഒരു ഭരണകൂടം സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യം തൊട്ടടുത്ത ദിവസമല്ല, അന്ന് തന്നെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുക എന്നതാണ്. വാസ്തവത്തിൽ അങ്ങനെ കുറ്റവാളികളെ ജയിലിലടക്കുന്നതിന് പകരം, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം, കുറ്റവാളികൾ കുറ്റവാളികളാണ് എന്ന് പോലും പ്രഖ്യാപിക്കാൻ ധൈര്യമില്ലാത്ത പ്രച്ഛന്ന മതേതരവാദികളാണ് ഇന്ത്യ കഴിഞ്ഞ 10-60 കൊല്ലം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറെ ദുഃഖകരമായ വസ്തുത. അതുകൊണ്ട് ഈ ഒരു കാര്യം, ഈ ഒരു സത്യം തിരിച്ചറിയാതെ യഥാർത്ഥത്തിൽ എങ്ങനെ ഇന്ത്യയിൽ മതേതരത്വം സ്ഥാപിക്കപ്പെടും എന്നത് വളരെ കൃത്യമായ ഒരു ചോദ്യമായി ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ, ഇന്ത്യയിലെ കീഴാള വിഭാഗങ്ങളുടെ മനസ്സിൽ, ദളിതരുടെ മനസ്സിൽ, അധസ്ഥിതരുടെ മനസ്സിൽ, പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ മനസ്സിൽ, തൊഴിലാളികളുടെ മനസ്സിൽ ഉയർന്നു വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്നിപ്പം LK അദ്വാനിയെക്കുറിച്ചും അതുപോലെ തന്നെ യശ്വന്ത് സിംഗിനെക്കുറിച്ചും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെക്കുറിച്ചും തിരിച്ചു മറിച്ചു ചർച്ച ചെയ്ത് ആളുകളെ വിഡ്ഢികളാക്കുക എന്ന ഒരു കാര്യം വാസ്തവത്തിൽ അങ്ങേയറ്റം അസംബദ്ധ ജടിലമായ ഒരു നാടകം മാത്രമായാണ് സാമാന്യ ബുദ്ധിയെങ്കിലും ഉള്ളവർക്ക് കാണാൻ കഴിയുള്ളൂ. ഞാനീ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ലിബർഹാൻ കമ്മിറ്റി റിപ്പോർട്ട് പോലും ആവശ്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കേണ്ട പ്രതികൾ ഇന്ത്യയിൽ വളരെ മാന്യമായ വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭരണകൂടത്തിന് സാരഥ്യം വഹിക്കുന്നവർ അവരുടെ മുമ്പിൽ തലകുനിച്ച് അവരോട് അങ്ങേയറ്റം കെഞ്ചി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ ഒരു അവസ്ഥക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ ഇന്ത്യയിൽ യഥാർത്ഥമായ മതേതരവാദികളുടെ, ഇന്ത്യയിലെ യഥാർത്ഥമായ കീഴാളരുടെ,
ഇന്ത്യയിൽ യഥാർത്ഥമായ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ വിശാലമായ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി രൂപപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു വിശാലമായ ഫാസിസ്റ്റ് മുന്നണി രൂപപ്പെട്ടില്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഈ പ്രച്ഛന്ന സ്വഭാവം 949 എങ്ങനെയാണോ അയോധ്യയിലെ പ്രതിഷ്ഠയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്രം സാമാന്യബോധമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നത് എന്നതിലേക്ക് വരെ വാസ്തവത്തിൽ നമ്മുടെ ശ്രദ്ധ അർഹിക്കും വിധം എത്തുന്നുണ്ടോ എന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരേണ്ടതായി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഈ പ്രച്ഛന്ന സ്വഭാവത്തെ തുറന്നു കാണിക്കണമെങ്കിൽ വളരെ വിശാലമായ ഒരു മതനിരപേക്ഷ സൗഹൃദം, മതനിരപേക്ഷ സഖ്യം ഇന്ത്യയിൽ രൂപപ്പെടേണ്ടതുണ്ട്. ഒട്ടനവധി അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ, ഒട്ടനവധി കാഴ്ചപ്പാടുകൾ വൈപുല്യവും വ്യത്യാസവും വെച്ചു പുലർത്തുമ്പോൾ പോലും ഇന്ത്യൻ ഭരണകൂടം നിലനിർത്തിക്കൊണ്ടുവരുന്ന സവർണ കേന്ദ്രിതമായ പ്രത്യയശാസ്ത്രവും അതിന്റെ സാമ്പത്തിക നയങ്ങളും അതിന്റെ സാമ്രാജ്യത്വ വിധേയത്വവും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ന് ഈ ചർച്ച നടക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യൻ ഭരണകൂടം സാമ്രാജ്യത്വ വിധേയത്വം അതിന്റെ പാരമ്യാവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. ഇന്ത്യൻ ഭരണകൂടം സാമ്രാജ്യത്വ വിധേയത്വം എക്കാലത്തും വെച്ച് പുലർത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണകൂടം സാമ്രാജ്യത്വ വിധേയത്വം അതിന്റെ ഏറ്റവും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അത് മൊസാദുമായും CIA-യുമായും FBI-യുമായും പ്രകടമായി കൂട്ടുചേരുകയും അങ്ങനെ കൂട്ടുചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ആകമാനം തന്നെ അവരുടെ നയപരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യാൻ പോകുന്ന ഇന്നത്തേതുപോലുള്ള ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ വിഭജിച്ചുകൊണ്ടും ഭിന്നിപ്പിച്ചുകൊണ്ടും അവർ നേടിയെടുക്കുന്നത് ഒരു രാഷ്ട്രത്തെ ആയിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സാമ്രാജ്യത്തിന്റെ കുടക്കീഴിലേക്ക് കൊണ്ടുപോകാൻ, സാമ്രാജ്യത്തിന്റെ ആലയിൽ കെട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഭിന്നിപ്പിക്കലുകൾ നേരത്തെ തന്നെ നടന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. സാമ്രാജ്യത്തിന്റെ അജണ്ടയായിരുന്നു ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ 1848 HM എലിയട്ടിന്റെ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആസ് ടോൾഡ് ബൈ ഇറ്റ്സ് ഓൺ ഹിസ്റ്റോറിയൻസ് എന്ന പുസ്തകമാണ് ഇന്ത്യയെ മുസ്ലിം ഇന്ത്യ എന്നും ഇന്ത്യയെ ഹിന്ദു ഇന്ത്യ എന്നും വിഭജിച്ചത് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഇന്ത്യയെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് വിഭജിച്ച് ഇന്ത്യയെ രണ്ടാക്കി മാറ്റി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം, വസ്ത്രം ധരിക്കാനുള്ള അവകാശം, തൊഴിലെടുക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ആരോഗ്യത്തിനുള്ള അവകാശം, ജീവിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ആരാധിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശം നിഷേധിക്കുക എന്നതാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ ഈ സന്ദർഭത്തിൽ ലിബർഹാൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഈ സന്ദർഭത്തിൽ തീർച്ചയായും തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ഇന്ത്യയിൽ ഈ ഡിസംബർ 6 എന്നുള്ളത് ഏതെങ്കിലും ഭീകര സംഘടനകൾക്ക് പാത്തും പതുങ്ങിയും ഇരുട്ടിന്റെ മറവിൽ കരിദിനമെന്നോ സ്വാഭിമാന ദിനമെന്നോ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു ദിനമായി മാറുന്നതിന് പകരം ഇന്ത്യയിലെ മതേതരവാദികൾ മുഴുവൻ തന്നെ മതേതരത്വമാണ് ഇന്ത്യയുടെ മുദ്രാവാക്യം എന്ന് വിളിച്ചു പറയുന്ന വിപുലമായ ഐക്യത്തിന് വേണ്ടി വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്രിമിനലുകളെ ക്രിമിനലുകളായി കാണാൻ കഴിയണം. ക്രിമിനലുകളെ ക്രിമിനലുകളായി കാണുന്നതിന് പകരം നമുക്കറിയാം, ഗാന്ധിജി വധം മുതൽ ഇങ്ങോട്ട് ആയിരക്കണക്കിന് സിഖുകാരുടെ വധവുമായി ഡൽഹിയിലുണ്ടായ സംഭവം മുതൽ ഒട്ടനവധി സംഭവ പരമ്പരകൾ, വർഗീയ കലാപങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് മുതൽ ഏറ്റവും അവസാനത്തെ ലിബർഹാൻ കമ്മിറ്റി റിപ്പോർട്ട് വരെ ഒട്ടനവധി കമ്മിറ്റി റിപ്പോർട്ടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ ഒരു ഭാഗത്തല്ല പൂർണ്ണമായും തന്നെ പ്രതികളായി തീരുന്നത് സംഘപരിവാറാണ് എന്നത് നമുക്കറിയാവുന്നതാണ്. ശ്രീകൃഷ്ണ കമ്മിറ്റി റിപ്പോർട്ട്, ശ്രീകൃഷ്ണ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജസ്റ്റിസ് ശ്രീകൃഷ്ണ വലിയ മതവിശ്വാസിയായിട്ടുള്ള ഒട്ടനവധി ആരാധനകൾ ദിവസവും ചെയ്യുന്ന മതവിശ്വാസിയായിട്ടുള്ള ജഡ്ജി, അദ്ദേഹം എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സംഘപരിവാറിനെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇങ്ങനെ ഇന്ത്യയിൽ എന്നെല്ലാം വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇന്ത്യയിൽ എവിടെയൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ തൽക്കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണെങ്കിലും അവർ നിയമിച്ചിട്ടുള്ള കമ്മിറ്റികളും കമ്മീഷനുകളും തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ പഠിച്ച് ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ നിർണയിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഏകസ്വരത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ
എക്കാലത്തും കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് മൗനാനുവാദം നൽകുന്നതിലൂടെയാണ് വാസ്തവത്തിൽ ഇന്ത്യ തന്നെ ഭിന്നിക്കപ്പെടുകയും വിഭജിക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ മനസ്സിനെ വിഭജിക്കാതിരിക്കാൻ, ഭിന്നിപ്പിക്കാതിരിക്കാൻ തീർച്ചയായും ഈ ഘട്ടത്തിലെങ്കിലും ലിബർഹാൻ കമ്മിറ്റി റിപ്പോർട്ടിനോട് ഒരു ശരിയായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇതിലെ കുറ്റവാളികളെയെങ്കിലും തുറുങ്കിലടക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറാവണം. അല്ലാതെ ഏതെങ്കിലും ആളില്ലാത്ത ബസ്സിലെ ഏതെങ്കിലും ഒരാളില്ലാത്ത ബസ് ഏതോ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ബസ് കത്തിക്കാം എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ആയിരക്കണക്കിന് ആളുകൾ ഒറീസയിൽ കൊല ചെയ്യപ്പെട്ടു, ആയിരക്കണക്കിന് ആളുകൾ ഗുജറാത്തിൽ കൊല ചെയ്യപ്പെട്ടു, ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട പ്രതി വാസ്തവത്തിൽ നേപ്പാളിലെ രാജാവുമായി ഗൂഢാലോചന നടത്തി. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ നമ്മുടെ മനസ്സിൽ, ഇന്ത്യയിലെ മനസ്സിൽ ജനങ്ങളുടെ ഇടയിൽ അവരെ സ്വത്വം സൃഷ്ടിച്ച് ഭിന്നിപ്പിച്ച് എക്കാലത്തും ഇന്ത്യയെ സാമ്രാജ്യത്തിന്റെ കുടക്കീഴിൽ കൊണ്ടുപോകാൻ അനുവദിക്കയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഈ സന്ദർഭത്തിലെങ്കിലും കുറ്റവാളികളെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറാവണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. അതിനുവേണ്ടി എല്ലാ മതനിരപേക്ഷ ശക്തികളുമായും എല്ലാ മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ മതനിരപേക്ഷവാദികളാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന വാദികൾ ജനാധിപത്യവാദികളാണ് എന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അയൽവാസി ശത്രുവല്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് മറ്റൊരാൾ ഒരിക്കലും അയാളുടെ ശത്രുവായി തോന്നുകയോ കരുതുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത്, ഒന്നിച്ച് കാര്യങ്ങൾ പങ്കിടുക എന്നുള്ളത് എക്കാലത്തും ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. മിക്കവാറും എല്ലാ സാമൂഹികമായ നിലനിൽപ്പിന്റെയും അടിസ്ഥാനവുമാണ്. അതുകൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തിൽ ഊന്നിയിട്ടുള്ള യഥാർത്ഥമായ മതേതരത്വത്തിന് വേണ്ടിയുള്ള ഐക്യം കെട്ടിപ്പടുക്കാൻ ഇതിന്റെ സംഘാടകർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ലിബർഹാൻ റിപ്പോർട്ട് കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് അതൊരല്പം നേരത്തെ പാർലമെന്റ് മുമ്പാകെ വന്നതുകൊണ്ട് ഞാൻ കാണുന്ന ഒന്നാമത്തെ കാര്യം, അതെങ്കിലും തടിയന്റെ അവിടെ നസീറിന്റെ വകയല്ല എന്ന ഒരു വിവരം നമുക്ക് ലഭിച്ചു. ഒരുപക്ഷെ വൈകിയിരുന്നെങ്കിൽ അതും അയാളുടെ തന്നെ വേലയാവുമായിരുന്നു. ഇത്ര വലിയൊരു മഹാൻ ഈ അങ്ങനെയല്ലേ പറയേണ്ടത്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് അത്ഭുതപ്പെടുന്ന രീതിയിലാണ് ദിനേന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രിമിനൽ അയാൾ ആരുടെയോ കിടിയിൽപ്പെട്ടോ അല്ലാതെയോ നടത്തിയ വിക്രിയകൾ 100% അതിന് അവലംബിക്കേണ്ടത്. അതിന് തീവ്രവാദപരമോ രാജ്യവിരുദ്ധമോ ആയ തലങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായും അതിന്റെ വേരുകൾ കണ്ടെത്തി പിഴുതെറിയപ്പെടേണ്ടതാണ്, സംശയമില്ലാത്ത കാര്യം. പക്ഷേ മുമ്പ് ചാർജ് ചെയ്യപ്പെട്ട കേസുകളടക്കം തിരുത്തി എല്ലാം ഈ വകയിൽ വെച്ചത് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് അദ്ദേഹം ജനിക്കാത്തത് നല്ല കാലം എന്ന് വിചാരിക്കും. വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മീഡിയ നീങ്ങുന്നു. ഇത് തുറന്നു പറയാൻ ഒരു മടിയുമില്ല. രണ്ടാമത്തെ മെലിഞ്ഞോന്റെ അവിടെ അബ്ദുറഹ്മാൻ ഞാനായാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്താണ് ഈ കാണിക്കുന്നത്? ഇതിനൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലേ? ഒരു കേസ് അന്വേഷണം നടക്കുമ്പോൾ അതിന്റെ സാമാന്യമായ മര്യാദയനുസരിച്ച് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ ഡിസ്ക്ലോസ് ചെയ്യുന്ന വിവരങ്ങളാണ് വിവരം. പ്രസ് റിലീസായി കൊടുക്കണമെന്നുമില്ല. ഇത് വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട്, നിത്യേന വിവരങ്ങളുടെ പ്രളയം, പരസ്പര വിരുദ്ധമായ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെയുള്ള അപഹാസ്യമായ കാര്യങ്ങൾ അടക്കി കിടന്ന് ആഘോഷിക്കണം. അതങ്ങനെ നടക്കട്ടെ. തീർച്ചയായിട്ടും അതിനും ഒരു ആയുസ്സുണ്ട്, ആരും ബേജാറാവണ്ട. വേറെ ഒരുത്തരെ കിട്ടുമ്പോൾ അതൊക്കെ പോയിട്ട് ഇതിലേക്ക് വരും. ഞാൻ ഓർക്കുന്നത് പണ്ട് എന്റെ ചെറുപ്പകാലത്ത് കാളന്നല്ലായി എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടായി. കാലത്ത് ഔസേപ്പ് വൈദ്യരായിരുന്നു അത് നടത്തിയിരുന്നത്. അയാളിപ്പോൾ ഇല്ല, മക്കൾ നടത്തുന്നു എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം ഒരു മരുന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഉണ്ടാക്കി. അതിന്റെ പരസ്യം എല്ലാ പത്രങ്ങളിലും. ലോകത്തുള്ള മുഴുവൻ മരുന്നുകളും രോഗങ്ങളും അതുകൊണ്ട് ചികിത്സിച്ച് മാറ്റാം. പരസ്യത്തിന്റെ സ്വഭാവത. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാൾ വേറൊരു മരുന്ന് കൂടി കണ്ടു. അത് കണ്ടുപിടിച്ചപ്പോൾ പകുതി രോഗം അതിന് കൊടുത്തു. മൂന്നാമതൊന്ന് കണ്ടുപിടിച്ചപ്പോൾ 3 വെച്ചു ലോകരോഗങ്ങൾ. അതോടുകൂടി അദ്ദേഹം മരിക്കുകയും ചെയ്തു. സംഭവം ഇവിടെ ഈ രീതിയിൽ ഏതെങ്കിലും കുറ്റാന്വേഷണം നടക്കുമോ? കുറെ കിട്ടുന്ന ആളെ വെച്ച് മുഴുവൻ അങ്ങോട്ട് ചാർത്തി കൊടുക്കുക, പിന്നെ ഒരാളെ കിട്ടുമ്പോൾ പകുതി ആൾ കൊടുക്കുക, മൂന്നാമതൊരുത്തനെ കിട്ടുമ്പോൾ കുറച്ചുകൂടി ഒരു വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണോ? നാട്ടിലുള്ള ഒരു ജുഡീഷ്യറി നമുക്കുണ്ടെങ്കിൽ, നാട്ടിലുള്ള ഒരു ക്രമസമാധാന സംവിധാനം നമുക്കുണ്ടെങ്കിൽ, വൃത്തിയായി കാര്യങ്ങൾ നടന്നെങ്കിലേ നമുക്ക് യഥാർത്ഥ പ്രതികളെ യഥാസമയം പിടികൂടി ശിക്ഷിക്കാൻ ഒക്കൂ. അത് പിടികൂടി ശിക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ താല്പര്യമാണ്. ഇതിലൊരു സാമുദായിക പ്രശ്നവുമില്ല, വർഗീയമാനങ്ങളിൽ ഒരു ചുക്കുമില്ല.
ഈ രാജ്യത്തിന് സ്വൈരം സമാധാനമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിമിനലുകൾ, അവന്റെ ജാതിയും മതം നോക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ക്രിമിനൽ എല്ലാ സമുദായത്തിലും അവരെ സൃഷ്ടിക്കാൻ വേണ്ടുന്ന സാമൂഹിക സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, സംശയമില്ലാത്ത കാര്യം. കാരണം എന്താ? ജയിച്ചു പോയവരാരാ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയവരിൽ എത്ര ക്രിമിനലുകളുണ്ട് ചോദിക്കേ? ഇവരെല്ലാം കൂടിയല്ലേ നാട് ഭരിക്കുന്നേ. അപ്പോ നാട്ടിൽ ക്രിമിനൽ ഉണ്ടാവും, സ്വാഭാവികം. ഈ ക്രിമിനലൊക്കെ കണ്ടെത്തിയിട്ട് പിടികൂടി ശിക്ഷിക്കണം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? അത് നോക്കേണ്ടത്. കഴിഞ്ഞ 17 വർഷകാലമായിട്ട് നമ്മുടെ MS, അതായത് മൻമോഹൻ സിംഗ് ലിബർഹാൻ എന്ന് പറയുന്ന മാന്യ മഹാമനുഷ്യൻ ഒരുപാട് അന്വേഷണം, ഒരു 7 കൊല്ലം അയാൾ വെറുതെ ഇരിക്കായിരുന്നു കേട്ടോ. അതിൽ തെറ്റിദ്ധരിക്കേണ്ട. ഇപ്പൊ 7 കൊല്ലമൊന്നും അതിന് പണിയെടുത്തില്ല. കാരണം അദ്ദേഹത്തിന് വേറെ പണിയുണ്ടായി. അപ്പൊ അതിനുശേഷമാണ് അന്വേഷണം തുടരുന്നത്. പലവട്ടം നീട്ടിയോ കൂടി വാങ്ങി രക്ഷയില്ലാതെ ഒരു റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു. അതിപ്പോ പാർലമെന്റ് വെച്ചു നോക്കി. എന്താ സംഭവം? ഇതൊക്കെ എല്ലാവർക്കും നേരത്തെ അറിയാവുന്ന കുറെ വിവരങ്ങൾ. അത് കുറച്ചുകൂടി നന്നായിട്ട് അദ്ദേഹം നല്ലൊരു പ്രബന്ധം പോലെ എഴുതിയിട്ടുണ്ട്. നന്നായി, നല്ല കാര്യം, അല്ലെന്ന് പറയാൻ പറ്റില്ല. കുറെ വിവരങ്ങൾ അതിനകത്തുണ്ട്. ആ വിവരങ്ങളിൽ ഏറ്റവും നന്നായി, ഏറ്റവും പ്രസക്തമായി എനിക്ക് തോന്നുന്നത്, ഇതൊരു സർക്കാർ മന്ദിരമാണോ, ഇത് ക്ഷേത്രമാണോ പള്ളിയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന വ്യാപകമായ പ്രചരണം ഔദ്യോഗിക രേഖകളെ പോലും സ്വാധീനിച്ചെടുത്ത് 1528 ബാബറുടെ ഗവർണറും മിലിറ്ററി ഉദ്യോഗസ്ഥനുമായ മീർബാക്കി നിർമ്മിച്ച പള്ളി തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. അത് സംഭവം, അത് പള്ളിയായി. അതുപോലെ 949 ഡിസംബർ 23 വരെ അവിടെ പ്രാർത്ഥന നടന്നിരുന്നു എന്ന കാര്യം അദ്ദേഹം പറയുന്നു. ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. അതൊക്കെ വേറെ ആരോ തീരുമാനിച്ചോട്ടെ. പക്ഷേ ചരിത്ര വസ്തുതകൾ പറയാതെ എനിക്കിതിലേക്ക് കടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന ഇക്കാര്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. അതായത് അത് പള്ളി തന്നെയായി. പൊളിച്ചതും പള്ളിയാണ്. പള്ളിയായിട്ടാണല്ലോ പൊളിച്ചത്, ക്ഷേത്രമാണെങ്കിൽ പൊളിക്കുവോ? അവിടെ ആലോചിച്ചൂടെ? തർക്കമൊന്നുമില്ല ഇതിനകത്ത്. മസ്ജിദ് എന്നാണത്, അത് മസ്ജിദ് ആയതുകൊണ്ടാ പൊളിച്ചതും, അല്ല എന്തിനാ പൊളിക്കുന്നേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പൊളിച്ചിട്ടുണ്ട് എന്ന കാര്യം ഒന്ന്. രണ്ടാമത്തത്, അതിൽ അദ്ദേഹം വസ്തുതാപരമായി തന്നെ പറയുന്ന കാര്യം, ഈ പറയുന്ന 1949 ഡിസംബർ 23 പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. അതിന്റെ പേരിൽ 60 പേർക്കെതിരെ അന്ന് പോലീസ് കേസ് ചാർജ് ചെയ്തിരുന്നു. ആ FIR ഇപ്പോഴും നിലവിലുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ പ്രചരിപ്പിച്ചത് വിഗ്രഹങ്ങൾ പിറ്റേ ദിവസം സ്വയംഭൂവായിരുന്നു എന്നാ. സ്വയംഭൂവിന്റെ കഥയാണ്. ആലപ്പുഴക്കാരൻ KK നായരായിരുന്നു ഫൈസാബാദ് ജില്ലാ ജഡ്ജി. അങ്ങോരുടെ ഒത്താശയോടുകൂടി കൊണ്ടുവന്നതായി ഈ സ്വയംഭൂ. ഈ കഥ, ഈ വിവരങ്ങളൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഈ റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അവരുടെ അറിയുന്ന കാര്യം. പക്ഷേ അത് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. രണ്ടാമതായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇത് ഒരു സംഭവങ്ങളുടെ പരമ്പര. ആ പരമ്പരയിൽ നിന്ന് ഈ പ്രഖ്യാപിത അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഫാസിസ്റ്റ് സംഘപരിവാർ സംഘടനകൾക്ക് മാത്രമല്ല, തീർച്ചയായിട്ടും രാജ്യത്തിലെ അന്നത്തെ ഭരണകക്ഷിയും ഇന്നത്തെ ഭരണകക്ഷിയുമായ കോൺഗ്രസിന് അതിലെന്ത് കൈകഴുകാൻ കഴിയുകയില്ല. ലിബർഹാൻ നരസിംഹറാവുവിനെ മുക്തമാക്കാനൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ശ്രമിച്ചിട്ടൊന്നും കാര്യമുള്ള കാര്യമല്ല. വളരെ വ്യക്തമല്ലേ സംഭവം? അതായത് അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് ആഴ്ചകൾക്ക് മുമ്പ്, അതായത് 1991 നവംബർ 2 ചേർന്ന ദേശീയോദ്ഗ്രഥന സമിതി യോഗത്തിലെ ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും പങ്കെടുത്തിരുന്നു. ആ മുഖ്യമന്ത്രിമാർ അദ്ദേഹത്തോട് വളരെ ക്ലീനായിട്ട് പറഞ്ഞു, ഈ കരസേവകർ വന്ന് ഈ മന്ദിരം തകർക്കാതിരിക്കാൻ എന്ത് നടപടിയും സ്വീകരിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും താങ്കൾക്കുണ്ട്. ഞങ്ങളത് പൂർണ്ണമായി താങ്കൾ തരുന്നു. സംഘപരിവാറിന്റെ മുഖ്യമന്ത്രിമാർ കല്യാൺ സിംഗ് അടക്കം പറഞ്ഞു. എതിർത്ത ഒരേ ഒരാൾ അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമതി ജയലളിത മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും ക്ലീൻ ചിറ്റ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന് നോക്കി നിന്ന് അത് തകർക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് മക്കൾക്ക് പോലും സാധിക്കുന്ന കാര്യമില്ല. അവർ അമ്പരന്നു തീർച്ചയായും. കാരണം എന്താ? കോൺഗ്രസ് പിന്നീട് അതിൽ മാപ്പ് ചോദിച്ചു. ശ്രീമതി സോണിയാഗാന്ധി രാജ്യത്തോട് സമുദായത്തോട് മാപ്പ് ചോദിച്ചതിന് ശേഷമാണല്ലോ മുസ്ലിം സമുദായം വീണ്ടും കോൺഗ്രസിലേക്ക് തിരിയാൻ തന്നെ തുടങ്ങിയത്. പിന്നെ എന്തിനാ മാപ്പ് ചോദിച്ചത്? തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ സമ്മതിക്കുന്നു. അബദ്ധം പറ്റിയെന്ന് കോൺഗ്രസ്സുകാരും പറയുന്നു. പിന്നെ നമ്മുടെ ജസ്റ്റിസ് ലിബർഹാൻ അതൊരു പക്ഷേ അദ്ദേഹം എഴുതിയതായിരിക്കും, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തല്ല. അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കും അദ്ദേഹം അത് എത്തിച്ചെടുത്തിട്ടുണ്ടാവുക. അങ്ങനെയുണ്ടല്ലോ ഇമാതിരി റിപ്പോർട്ടുകളൊക്കെ പൂഴ്ത്തി വെക്കുന്ന പതിവായി ഇവിടെ ഉള്ളത്. 2 കൊല്ലമായിട്ട് രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കുകയായിരുന്നു. ചോർന്ന് അവസാനം മുഴുവൻ ചോർന്നപ്പോഴാണ് രക്ഷയില്ലാതെ ഇപ്പൊ അത് പാർലമെന്റിന് മുമ്പാകെ വെച്ചിരിക്കുന്നു. ഈ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ചോർത്തിയ ആളുകൾ എന്തായാലും സമർത്ഥന്മാരാണ്, അവർ ബുദ്ധിയുള്ളവരാണ്. ഇത് അല്പമെങ്കിലും ചോർന്നില്ലെങ്കിൽ അത് വെളിച്ചം കാണാൻ പോകുന്നില്ല എന്ന് കരുതിയിട്ട് തന്നെ ആവും ചോർന്നിട്ടാവുക. അപ്പൊ ഇത്തരത്തിൽ ചോരുന്ന റിപ്പോർട്ട് പിന്നെ അത്
സഭയിൽ വെക്കുന്നു. പക്ഷെയോ ഈ സഭയിൽ വെക്കുന്ന റിപ്പോർട്ടുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായ പ്രാബല്യമുള്ളൂ? മിക്കവാറും ഒന്നുമില്ല. ഒരു ആക്ഷൻ ടേക്കിംഗ് പ്ലാൻ എന്നും പറഞ്ഞൊരു സാധനമാണ് വെക്കുന്നത്. അത് വളരെ കുഴമ്പൻ. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്ഷൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തണമെന്ന് ലിബർഹാൻ ഉദ്ദേശിച്ചു. പണ്ടേ വേർപെടുത്തിട്ടില്ലേ? ഇന്ത്യ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം കൊടുക്കണമെങ്കിൽ അതിന്റെ സ്വന്തം ഭരണഘടനയിൽ മതേതരത്വത്തോടും ജനാധിപത്യത്തോടും സോഷ്യലിസത്തോടുമുള്ള പ്രതിബദ്ധത എഴുതണം. എല്ലാ പാർട്ടികളും BJP ഉൾപ്പെടെ എല്ലാ പാർട്ടിയും അത് എഴുതിയിട്ടാണ് മത്സരിക്കുന്നത്. രാഷ്ട്രീയത്തിലും മതമില്ല, മതത്തിൽ രാഷ്ട്രീയവും ഇല്ല. വളരെ ക്ലീൻ. ഇതാണ് സംഭവം. ഇനി അതിന്റെ പുറത്ത് സംഘപരിവാറിന് ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോയി. കാരണം നേരത്തെ ഹിന്ദുത്വത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് മതത്തിന്റെ പേരിലുള്ള വോട്ട് ചോദ്യമായി കണക്കാക്കുമോ എന്ന പ്രശ്നം സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ജസ്റ്റിസ് കുൽദീപ് സിംഗിന്റെ വിധി എന്താ? ഹിന്ദുത്വം എന്ന് പറയുന്നത് മതത്തിന്റെ പേരല്ല, അത് സംസ്കാരമാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ വോട്ട് ചോദിച്ചത് മതത്തിന്റെ പേരിലാണെന്ന് പറയാൻ പറ്റൂല എന്ന് സുപ്രീം കോടതിയും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് വിശേഷമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്? ഒന്നും വരാൻ പോകുന്നില്ല. ഒരു നിയമനിർമ്മാണം ആ ഗീതത്തിൽ ഇനി വിഷയപ്രസക്തമല്ല. പക്ഷേ ഇവിടെ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നുണ്ട്. മതവും ജാതിയും അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ഇളക്കി വിട്ടുകൊണ്ട് ബാക്കി പണവും ഇറക്കിക്കൊണ്ടാണ് നമ്മുടെ ഇലക്ഷൻ വ്യവസായം പൊടിപൊടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിലൊന്നും തന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, ചെയ്താൽ തന്നെ അത് ഫലപ്രദമാകുമെന്ന് യാതൊരു തെറ്റിദ്ധാരണക്കും ഒരു അവകാശവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും വേണ്ടത് എന്താണ്? ഇവിടെ ഒരു വളരെ അപകടകരമായ വിനാശകരമായ ഒരു മാനസികാവസ്ഥ ഇത്രയും കാലം കൊണ്ട് സംഘപരിവാർ ശക്തികൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു വസ്തുത. ആ മാനസികാവസ്ഥ പലരെയും പിടികൂടിയിരിക്കുന്നു. ഭരണനിർവഹണ ബ്യൂറോക്രസിയെ പിടികൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ ജുഡീഷ്യറിയെ പോലും ഒരു പരിധിവരെ അത് സ്വാധീനിച്ചു എന്ന അപകടകരമായ സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ മീഡിയ നിശ്ചയമായും അത് സ്വാധീനിച്ചിരിക്കും. അത് മറ്റൊന്നുമല്ല, ഈ ഭൂരിപക്ഷ സംസ്കൃതി എന്ന പേരിട്ടുകൊണ്ടുള്ള ഹിന്ദുത്വമാണ് ഇന്ത്യയുടെ അടിസ്ഥാന സംസ്കാരം. അതിനെ അംഗീകരിച്ച ശേഷം മാത്രമേ, അതിന് ആ നിലയിൽ തന്നെ ഉൾക്കൊണ്ട ശേഷം മാത്രമേ മതന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയൂ എന്ന ഒരവസ്ഥ അവർ സൃഷ്ടിച്ചെടുത്തിരുന്നു. ഇതിനു മുമ്പിൽ ചകിതരായ മതേതര പാർട്ടികളാണ്, വിശേഷിച്ച് കോൺഗ്രസ് രാജ്യം ഭരിക്കുന്നത്. അതാണ് ഈ മൃദു ഹിന്ദുത്വത്തിലൊക്കെ പ്രശ്നം വരുന്നത്. ധീരമായിട്ട് അത് ചോദ്യം ചെയ്യാനുള്ളതായ യാതൊരു നിശ്ചയദാർഢ്യവും യാതൊരു തരത്തിലുള്ളതായ ആത്മവിശ്വാസവും കോൺഗ്രസിനില്ല. ഇതാണ് സംഭവം. അതുകൊണ്ട് തന്നെയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പോലും പാർലമെന്റിൽ വെച്ച് ചർച്ച ചെയ്യാതിരിക്കാനുള്ള തടസ്സം എന്താ? ഗുജറാത്ത് ഇലക്ഷനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് പറഞ്ഞു അന്ന് നീട്ടിവെച്ചു. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ പോലും ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്വഭാവത്തോടുകൂടി വരുന്നതിന് അവർ ഭയപ്പെടുന്നു എന്നുള്ളത്. ഈ ഭയപ്പാട് സൃഷ്ടിച്ചെടുത്തത് നിശ്ചയമായും ഒരു മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഫലമാണ്. ആ മനഃശാസ്ത്ര യുദ്ധം അന്നും ഇന്നും ശക്തമായി തന്നെ നടക്കും. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പോലും ഈ ഒരു സൈക്കോളജിക്കൽ വാറാണ്. അതായത് രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾ ധരിച്ചുകൊള്ളണം, ഇവിടെ ഭൂരിപക്ഷ ഹിതം എന്ന് പറയപ്പെടുന്നത് ശരിക്കുള്ള ഭൂരിപക്ഷം അതല്ല. ശരിക്കുള്ള ഡോക്ടർ പോക്കറി നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന 80% വരുന്ന ഹിന്ദുക്കളുടെ ഭൂരിപക്ഷവും മതനിരപേക്ഷത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർ നന്നാക്കാൻ വേണ്ടി പറയില്ല, വസ്തുതയാണ്. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ രാജ്യത്തിലെ സെക്യുലർ മീഡിയ ആ വിഷയത്തിൽ കാണിച്ചതായ ആ അതീവ ജാഗ്രതയോടുകൂടിയുള്ള അവരുടെ റിപ്പോർട്ടിംഗ് മാത്രമല്ല, ആ വിഷയത്തെ ശക്തമായി അപലപിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കടുത്ത ദുർദിനമായിരുന്നു എന്ന് പറയുന്നത് ഈ ഒരു മുസ്ലിം പത്രമല്ല, മുസ്ലിം സംഘടനകളല്ല. ഇവിടെ ഒരു മതേതരത്വ മനസ്സാക്ഷിയുണ്ട്. അതുകൊണ്ടാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്. പക്ഷെ ആ മനസ്സാക്ഷിക്കനുസരിച്ച് നീങ്ങാനുള്ള നട്ടല് രാജ്യത്തിലെ മതേതര പാർട്ടികൾക്ക് പോലും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അതാവട്ടെ സാമ്രാജ്യത്വത്തിനെയും ഫാസിസത്തിനെയും വിജയം തന്നെയാണ്. പേടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായി പോകുമോ, അല്ലെങ്കിൽ രാജ്യത്ത് ഭൂരിപക്ഷ സമുദായം തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന അകാരണമായ ഒരു ഭീതി ഇവിടെ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത്, മറ്റൊന്നുമല്ല. ഇവിടെ നടക്കേണ്ടത് ഇവിടുത്തെ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിമീങ്ങളായാലും വേറെ മതസ്ഥരാണെങ്കിലും മതമൊന്നുമില്ലാത്തവരായാലും എല്ലാവരും ചേർന്ന് നടത്തേണ്ടത് ഇതാണ്. ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാത്ത ഒരു ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയില്ല, ഇന്ത്യയായി നിലനിൽക്കാൻ കഴിയില്ല. ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യം ഉപഭൂഖണ്ഡം അതിന് കനത്ത വില നൽകേണ്ടി വന്നതാണ്. വീണ്ടും അതിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് ഈ ജാഗ്രതയാണ്. ഈ ജാഗ്രതയെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങൾ രാഷ്ട്രാന്തരീയ തലത്തിൽ നടക്കുന്നു, നമ്മുടെ ദേശീയ തലത്തിൽ നടക്കുന്നു. അതിനാവശ്യമായ ഫണ്ടിങ് ലഭിക്കുന്നു എന്നുള്ളതൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ ഈ രസമായ സമയത്ത് അതൊന്നും പറയാൻ വിചാരിക്കുന്നത്. പക്ഷേ കാര്യം വ്യക്തമാണ്. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്
ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ പിടികൂടി ശിക്ഷിക്കുമെന്ന് ധൈര്യമായി ഈ രാജ്യത്തോട് പറയാൻ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രി ചിദംബരത്തിനോ സാധിക്കാതെ പോകുന്നത്. അതിന്റെ ഫലം തന്നെയാണ് ഇനിമേലിലെങ്കിലും ആരാധനാലയങ്ങളുടെ മേലുള്ള കയ്യേറ്റം അവസാനിപ്പിക്കുമെന്ന് അസന്നിഗ്ധമായി ഈ രാജ്യത്തിന് ഉറപ്പ് നൽകാൻ പോലും നമ്മുടെ ഗവൺമെന്റിന് സാധിക്കാതെ പോകുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന്റെ അല്ല ഞാൻ പറയുന്നത്, ഏത് സമുദായത്തിന്റെ അതാണെങ്കിലും ശരി. അതുപോലെ തന്നെ ലിബർഹാൻ കമ്മീഷൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാജ്യക്കൂറ് സംശയാതീതമാണെന്ന് അദ്ദേഹം പറയുന്നു. സംശയാതീതമാണ്. പക്ഷെ നിരന്തരമായി അത് ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്ക് അതിനുള്ള ഉത്തരവാദി ഇന്ത്യയിലെ മുസ്ലിങ്ങളിലെ ഏതോ ഒരു ഗ്രൂപ്പാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമം, അത് തെളിയിക്കാൻ വേണ്ടിയുള്ള അതിസാഹസം, ആ അതിസാഹസമാവട്ടെ പലപ്പോഴും വളരെ പച്ചയായ കള്ളങ്ങളിൽ എത്തി നിൽക്കുകയും ചെയ്യും. ഇതിന്റെയൊക്കെ പിന്നിൽ തിരിക്കുന്നത് ഈ രാജ്യക്കൂറ് ഇപ്പോഴും സംശയാസ്പദമാണ് എന്ന കാര്യമാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലും ആമുഖത്തിൽ പറഞ്ഞത് ഈ കാര്യം തന്നെയാണ്. അത് ലിബർഹാൻ കമ്മീഷൻ ശക്തമായി നിഷേധിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കൂറ് ഇന്ത്യയോട് തന്നെയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ മുസ്ലിം സംഘടനകളുടെ റോള് ലിബർഹാൻ അതിനെ ചോദ്യം ചെയ്തിട്ട് ആ റോള് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല. അതായത് മുസ്ലിം സംഘടനകൾക്ക് വളരെ കൃത്യവും ശക്തവുമായ ഒരു നിലപാട് ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ പോയി എന്ന് പറയുമ്പോൾ അതിലൊരു ആത്മവിമർശനത്തിന്റെ പ്രശ്നം കൂടി അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ബാബരി മസ്ജിദ് കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരി, വളരെ ശക്തമായ രീതിയിൽ രാജ്യത്തിലെ മതേതര പാർട്ടികളെയും സംഘടനകളെയും സമുച്ചയങ്ങളെയും എല്ലാം തന്നെ ഇതിൽ ഇടപെടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമം ദേശീയ തലത്തിൽ വളരെ ശക്തമായ തോതിൽ കൊണ്ടുപോകാൻ മുസ്ലിം സംഘടനയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ വെറുതെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല. അന്ന് തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ശക്തികളുമായി ചേർന്നുകൊണ്ട് ഫാസിസ്റ്റ് വർഗീയ ശക്തികളെ തുരത്താൻ വേണ്ടിയുള്ള നടപടികൾക്ക് നമ്മൾ സാർവപിന്തുണയും നൽകേണ്ടതായി. മുസ്ലിം സമുദായത്തിന്റെ ശൈഥില്യവും അതിൽ ചില ആളുകളുടെ കാലുമാറ്റവും എല്ലാം ഇതിൽ പ്രശ്നങ്ങളായി വന്നിട്ടുണ്ടാവാം. ഏതായിരുന്നാലും ഞാൻ ഈ സന്ദർഭത്തിൽ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം സൂചിപ്പിക്കുക, ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലെ ചില ഫാസിസ്റ്റ് സംഘടനകളെ നിരോധിച്ചിരുന്നു ഗവൺമെന്റ്. അക്കൂട്ടത്തിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയും നിരോധിച്ചിരുന്നു. ലിബർഹാൻ കമ്മീഷന്റെ 1000 പേജോളം വരുന്ന റിപ്പോർട്ടിൽ ജമാഅത്തെ ഇസ്ലാമി ഇതിൽ എന്തെങ്കിലും ഒരു പങ്കിന്റെ അംശം വഹിച്ചതായി രേഖയില്ലെന്നിരിക്കെ ഈ രാജ്യത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കാൽക്കൽ വീട് മാപ്പ് പറഞ്ഞു മതിയാവും. എന്തിനു നിരോധിച്ചു? എന്തിന് അതിന്റെ സ്വാതന്ത്ര്യം അപഹരിച്ചു? അവസാനം സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അതിന്റെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇന്നും ജമാഅത്തെ ഇസ്ലാം നിരോധിക്കപ്പെടവിടെ നിൽക്കുമായിരുന്നു. ലിബർഹാൻ കമ്മീഷന്റെ 1000ഓളം പേജിൽ ആ കമ്മീഷന്റെ ഏതെങ്കിലും അരവരിയെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ഉത്തരവാദപ്പെട്ട ധാർമ്മിക ഇസ്ലാമിക പ്രസ്ഥാനം ഇതിൽ വിദൂരമായ പങ്കിലും വഹിക്കുമെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിക്കുമോ? അന്ന് അതിനൊക്കെ സപ്പോർട്ട് നൽകിയ സാമുദായിക രാഷ്ട്രീയ ശക്തികൾക്ക് എന്ത് പറയാനുണ്ട്? മറുപടി പറയണം. വെറുതെ തല ഊരി പോയാൽ പറ്റില്ല. ലോകത്തെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പടക്കം പൊട്ടുമ്പോഴേക്ക് അതിന്റെയൊക്കെ പിന്നിൽ നിൽക്കുന്നത് അബുല്ലാല മഹദൂദിയുടെ മാസ്റ്റർ ബെയിനാണെന്നും പറഞ്ഞു നടക്കുന്ന വായാടികൾക്ക് ഏറ്റവും ചുരുങ്ങിയ സാമാന്യ മര്യാദയുണ്ടെങ്കിൽ ഇത് തെറ്റായിരുന്നു എന്ന് സമ്മതിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആവശ്യമൊന്നുമല്ല. നിങ്ങൾ ഈ 2 തവണയോ 3 തവണ വിരോധിച്ച് 14 തവണ വിരോധിച്ചാലും ശരി, ഈ രാജ്യത്തിലെ ഇസ്ലാമിക ധാർമ്മിക പ്രസ്ഥാനം ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടം സാർവശക്തി ഉപയോഗിച്ച് തുടരുക തന്നെ ചെയ്യും. ഇത് എന്റെ വെറുതെ ഒരു വിടുവായത്വം പറയല്ല. നിരോധിക്കപ്പെട്ട ശേഷം ജമാഅത്തെ ഇസ്ലാമി ചെയ്തത് എന്താണ്? 992 ഡിസംബർ 6 തീയതി ആണല്ലോ സംഭവം നടക്കുന്നത്. 10 തീയതി നിരോധനം വന്നല്ലോ. പക്ഷെ 93 ജൂലൈ ആകുമ്പോഴേക്ക് രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മനുഷ്യാവകാശ പ്രവർത്തകർ, ജനാധിപത്യവാദികൾ, സാമൂഹിക നേതാക്കന്മാർ, പ്രവർത്തകർ അവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റി എന്ന് പറയുന്ന സംഘടന രൂപവൽക്കരിച്ചു. സത്യമല്ലേ? ജസ്റ്റിസ് വി എങ്ക് താർക്കുണ്ടെ, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, അതുപോലെ തന്നെ ഇന്നിവിടെ വരേണ്ടിയിരുന്ന സ്വാമി അഗ്നിവേശ്, അതുപോലെയുള്ള ഒട്ടേറെ പ്രഗത്ഭരായ ആളുകൾ എല്ലാവരെയും ചേർത്തുകൊണ്ട് രാജ്യത്ത് അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമുദായിക സംഘർഷങ്ങളുടെ ഭരിതമായ അന്തരീക്ഷത്തെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും സർവോപരി മാനവികതയ്ക്കും അനുകൂലമായി മാറ്റിയെടുക്കാൻ വേണ്ടി പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. നിരോധനം നീണ്ട 4 വർഷക്കാലം അത്രയും സംഭവമല്ലേ? ഈ ഒരു വസ്തുതയായിരിക്കെ ഇപ്പോൾ ഞാൻ തുറന്നു പറയുന്നു, മുസ്ലിം സമുദായത്തിലെ ഉൾപ്പെടെയുള്ള സാങ്കുചിത മനസ്കരായ ആളുകൾ, ലോകമെന്നോ രാഷ്ട്രീയമെന്നോ അറിയാത്ത ആളുകൾ, അവരൊക്കെയും കണ്ണു തുറന്ന് ഇത് കാണാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മതനിരപേക്ഷ സമൂഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ഇവിടെ ഈ തരത്തിലുള്ള ക്രിമിനലുകൾ വിളയാടാതിരിക്കണമെങ്കിൽ ഒരു ശക്തമായ ആദർശ ധാർമ്മിക പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ പ്രചാരണത്തിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും മാത്രമേ അത് നടക്കൂ എന്ന് ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാം.
ആ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന പ്രസ്ഥാനമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത്. ലിബർഹാൻ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചുകൊണ്ട് കുളം കലക്കാനോ തെരുവീതികളെ കലാപഭരിതമാക്കാനോ അല്ല, അതിലെ ഓരോ വസ്തുതകളെയും എടുത്തു കാട്ടിക്കൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ക്രിയാത്മകമായ സംരംഭത്തിന്റെ തുടക്കമാണ് അവിടെ കുറിച്ചത് എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇതിന് അവസരം നൽകിയ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തി എന്റെ വാക്കുകളിൽ അവസാനിപ്പിക്കുന്നു. ബാബരി ധ്വംസനം കുറ്റവാളികളെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ നടത്തിയിട്ടുള്ള ഒരു ഒത്തുചേരലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇതേപോലെ ഈ രാജ്യത്തെ നന്മയെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ മതേതരത്വത്തെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഇതിനു മുമ്പും ഒത്തുചേർന്നിരുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം കൃത്യം ഒരു മാസത്തിന് ശേഷം 1993 ജനുവരി 9 ഇവിടെ നടന്ന ഒരു ഒത്തുചേരൽ, ആ ഒത്തുചേരൽ വളരെ ചരിത്രപ്രധാനമായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അന്നത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ SIO-വിന്റെ ആഭിമുഖ്യത്തിൽ ഈ മുതലക്കുളം മൈതാനിയിൽ ചേർന്ന ആ പ്രതിഷേധ സംഗമമായിരുന്നു ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ആ ഒത്തുചേരൽ. ഇന്ത്യയുടെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ നിർണയിച്ച, ഇന്ത്യൻ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് ദിശ നിർണയിക്കുന്നതിൽ വളരെ സുപ്രധാനമായ ഒരു സംഗമമായിരുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ ഭാഗധേയം, അതിന്റെ ഭാവി നിർണയിക്കുന്നതിൽ കൂടി സുപ്രധാനമായിരുന്നു നമ്മുടെ ആ ഒത്തുചേരൽ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ന് ബാബരി മസ്ജിദിന്റെ അന്വേഷണ കമ്മീഷൻ, അത് തകർക്കപ്പെട്ടതിനെ കുറിച്ചുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് 17 വർഷങ്ങൾക്ക് ശേഷം പുറത്തുവന്ന ഈ ഒരു സന്ദർഭത്തിൽ അതിന്റെ പ്രതികളെ ശിക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നാം വീണ്ടും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഈ റിപ്പോർട്ടുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ചരിത്രമോർമ്മയുണ്ടായിരിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. 1992 ഡിസംബർ 6 തകർക്കപ്പെട്ടത് കേവലമായ ഒരു പള്ളിയായിരുന്നില്ല, ഇന്ത്യയുടെ മതേതരത്വമായിരുന്നു. ഇന്ത്യ രാജ്യം എല്ലാവരുടേതുമാണ് എന്ന് കാലങ്ങളായി നാം പുലർത്തിപ്പോന്നിരുന്ന ഒരു വിശ്വാസമായിരുന്നു ആ ഡിസംബർ 6 തകർക്കപ്പെട്ടു പോയത്. രാജ്യം അഭിമുഖീകരിച്ച കടുത്ത ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, ബാബരി ധ്വംസനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം നേരിട്ട വർഗീയത എന്ന കടുത്ത പ്രതിസന്ധിയിൽ ചരിത്രപരമായ പങ്ക് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളവരാണ് നാം. അതിനെ കൂടി ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഈ രാജ്യത്ത് ചികിതരായി പോയ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം സമുദായത്തെ, അവർക്ക് ആത്മവിശ്വാസവും ധൈര്യവും വീണ്ടെടുക്ക് നൽകുന്ന അർത്ഥത്തിൽ അവർക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അവരെ ഈ രാജ്യത്തിന്റെ ഭാഗമായി, ഈ രാജ്യത്തെ നിയമവാഴ്ചയിൽ, ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലെ വിശ്വാസം പകർന്നു നൽകിക്കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നിലനിർത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ സംശയവും കാലുഷ്യവും നിലനിന്നിരുന്ന അന്തരീക്ഷത്തിൽ അവരെ പരസ്പരം ഒരുമിച്ചിരുത്താൻ, അവർക്കിടയിൽ വിശ്വാസത്തെ പരസ്പരം ഊട്ടിയുറപ്പിക്കാനുള്ള ചരിത്രപ്രധാനമായ പങ്ക് വഹിച്ചുകൊണ്ടാണ് നാം കടന്നു വന്നിട്ടുള്ളത്. 17 കൊല്ലത്തെ അത്തരം ആത്മാർത്ഥമായ ശ്രമങ്ങൾക്കും ഇപ്പുറത്ത് ഇന്ന് അതിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ള ഈ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പശ്ചാത്തലം അത്ര ആശാവഹമാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. ഈ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, ഈ രാജ്യത്തെ മാധ്യമങ്ങൾ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികൾ, ഈ രാജ്യത്തെ ജനവിഭാഗങ്ങൾ, മതേതരത്വ വിശ്വാസികൾ ഒരിക്കൽ കൂടി കബളിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഈ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കൽ കൂടി ലംഘിക്കപ്പെടാൻ പോകുന്ന, ഈ രാജ്യത്തിന്റെ നിയമവാഴ്ചയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടാൻ പോകുന്ന, ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുന്ന പശ്ചാത്തലത്തിലേക്കാണ്, അതിന്റെ കാര്യങ്ങളിലേക്കാണ്, ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മതേതരത്വത്തെ സംബന്ധിച്ച കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ, ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചും ഇന്ത്യൻ മതേതരത്തെ സംബന്ധിച്ചുമുള്ള ലിറ്റ്മസ് ടെസ്റ്റായിരുന്നു ബാബരി സംഭവമെന്ന് നമുക്കറിയാൻ കഴിയും. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് തകർക്കപ്പെടുമോ ഇല്ലയോ എന്ന രീതിയിൽ നടന്ന ഒട്ടേറെ ആശങ്കകൾ ലോകരാജ്യങ്ങൾ പങ്കുവെക്കുന്നു. ഇന്ത്യ അതിന് അനുവദിക്കുമോ എന്ന അർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ ഒട്ടേറെ ചർച്ചകൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഈ രാജ്യത്തെ ഭരണകൂടം കടുത്ത നിസ്സംഗതയാണ് പാലിച്ചിരുന്നത്.
ഇന്ന് റിപ്പോർട്ട് പുറത്തുവന്ന് 17 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും പ്രതീക്ഷകൾക്ക് ശേഷം കുറ്റവാളികളുടെ പട്ടിക പുറത്തുവിടുമ്പോഴും ഈ രാജ്യത്തെ ഭരണകൂടങ്ങളും ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തെ മാധ്യമങ്ങളും ഒക്കെ തന്നെ കടുത്ത നിസ്സംഗതയോടുകൂടിയാണ്, നിസ്സഹായതയോടുകൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും ഈ ഒരു പ്രശ്നത്തെ മുസ്ലിം സമുദായത്തോട് ചെയ്യേണ്ട നീതിയുടെ പ്രശ്നമായി, മുസ്ലിം സമുദായത്തെ തൃപ്തിപ്പെടുത്തേണ്ട പ്രശ്നമായി ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കൾക്ക് പോലും ഇതൊരു രാജ്യത്തിന്റെ പ്രശ്നമായി, ഇത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രശ്നമായി, ഈ രാജ്യം നിലനിൽക്കുന്നതിന്റെ പ്രശ്നമായി, ഈ രാജ്യത്തിന്റെ നീതിയുടെ പ്രശ്നമായി മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ന് പലപ്പോഴും നമുക്ക് ആശ്ചര്യപ്പെട്ടു പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇങ്ങനെ നിരന്തരമായി നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ വികാരങ്ങൾ ഇവിടെ കേൾക്കുവാനോ പരിഗണിക്കപ്പെടുവാനോ സന്നദ്ധമാകാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത് ഈ ലിബർഹാൻ കമ്മീഷനെ കുറിച്ചോ ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തെക്കുറിച്ചോ ഉള്ളൊരു പ്രശ്നമല്ല. ഈ രാജ്യത്ത് എന്തുകൊണ്ടാണ് ലിബർഹാൻ കമ്മീഷനെ കുറിച്ചുള്ള റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കാത്തത് എന്നതിന്റെ പ്രശ്നം, എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ടിനെക്കുറിച്ച് പാർലമെന്റ് ഒരു പ്രതിഷേധമുണ്ടാകുന്നിടം വരെ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തത്, കയ്യിൽ കിട്ടി 5 മാസം കഴിയുന്നിടം വരെ പാർലമെന്റിൽ വെക്കാൻ സന്നദ്ധമാകാത്തത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിന് പറയുന്ന ഉത്തരം ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ അത് പ്രോത്സാഹിപ്പിക്കും എന്നാണ്. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും സംവരണം നടപ്പാക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിനും ഇവിടുത്തെ വളരെ സിദ്ധാന്തപരമായ മറുപടിയുണ്ട്. അത് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തും. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തത്, അതിനെക്കുറിച്ച് സ്റ്റെപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകാത്തത്, അത് നടപ്പാക്കാൻ ആർജവം കാണിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിനുമുള്ള മറുപടി അത് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തും എന്നാണ്. എന്തുകൊണ്ടാണ് ബോംബെ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ നടപ്പാക്കാത്തത്, എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചർച്ചകൾ ഇവിടെ ഉയർന്നു വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അതിനും പറയുന്നു ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ അതിവിടെ ശക്തിപ്പെടുത്തുമെന്ന്. ഈ രാജ്യത്തെ ക്രിമിനലുകളല്ല എന്ന് ഇവിടെ പാർലമെന്റ് ആക്രമണ കേസിൽ അഫ്സൽ ഗുരുവിനെ അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടും അങ്ങനെ കുറ്റവാളി അല്ല എന്ന് അദ്ദേഹത്തെ കോടതിക്ക് ഉറപ്പുണ്ടായിട്ടും അദ്ദേഹം കുറ്റവാളിയല്ല, പക്ഷേ ഈ രാജ്യത്തിന്റെ വികാരത്തെ ശമിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്ന ഇതാണ് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെട്ടു പോകും, അതുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്തോ ഒന്ന് ചെയ്തു കളയും, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ എപ്പോഴും നീതി നിഷേധം അനുഭവിച്ചുകൊണ്ട് ഇരിക്കൂ എന്നാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുവാൻ ഞാൻ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇത്തരമുള്ള സമീപനങ്ങളെ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത്, അഥവാ ചോദ്യം ചെയ്യപ്പെട്ടാൽ തന്നെ അത് ഗൗരവപൂർവ്വം പരിഗണിക്കപ്പെടാതെ പോകുന്നത്, അതിനുള്ള ആർജവം കാണിക്കപ്പെടാതെ പോകുന്നത് തീർച്ചയായും സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ പൊതുസമൂഹത്തിന്റെ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഷണ്ഡത്വത്തെയാണ് ഈ ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതിലൂടെ ഓരോ സന്ദർഭത്തിലും ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഷണ്ഡത്വമാണ് വെളിവായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുവാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്, നാം തയ്യാറാകേണ്ടതുണ്ട്. തീർച്ചയായും ഈ ഒരു ഷണ്ഡത്വത്തിന്റെ ബലത്തിലല്ലേ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഈ ഒരു ഷണ്ഡത്വത്തിന്റെ ബലത്തിലല്ലേ അരുൺ ഷൂറി ഈ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പോ ഇതൊരു തമാശയാണ് എന്ന് അരുൺ ഷൂറിക്ക് പാർലമെന്റിൽ പറയേണ്ടി വന്നത്. ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിനെ ഞങ്ങളൊരു തമാശയായി കാണുന്നു എന്നത് ഈ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഷണ്ഡത്വത്തിൽ നിന്നുകൊണ്ടല്ലേ അരുൺ ഷൂറി പ്രഖ്യാപിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അരുൺ ഷൂറി പറഞ്ഞത്? ഒന്നുകൂടി മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാ പശുക്കളും പശുക്കളാണ്, പക്ഷേ ചില പശുക്കൾ പുല്ല് തിന്നുകയില്ല. എല്ലാ പശുക്കളും പശുക്കളാണ്, ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്നല്ലേ അരുൺ ഷൂറി കൂടുതൽ വ്യക്തമായി ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു തന്റേടത്തിനെ ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഈ ഒരു തന്റേടം പകർന്നു നൽകുന്നതിൽ എവിടെയാണ് ഇവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, ഇവിടുത്തെ മതേതര പ്രസ്ഥാനങ്ങളുടെ പ്രതിബദ്ധതയെ, അവരുടെ ആത്മാർത്ഥമായ സമർപ്പണങ്ങളെക്കുറിച്ച് അവർ തന്നെ പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഒരു സംഭവം ഞാൻ ഇവിടെ സാന്ദർഭികമായി ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ബ്രിട്ടനിൽ നമ്മളൊരു സംഭവത്തെക്കുറിച്ച് നമ്മൾ അതിന്റെ ചരിത്രത്തിൽ, ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രിട്ടനിൽ അതിന്റെ രാജവാഴ്ചക്കാലത്ത് ബ്രിട്ടനിൽ നടന്നിരുന്നതായ ഒരു സംഭവത്തെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ പ്രഭു കുടുംബത്തിലെ, രാജകുടുംബത്തിലെ അംഗങ്ങൾ ശിക്ഷ ചെയ്താൽ, അവർ കുറ്റം ചെയ്താൽ അതിനെക്കുറിച്ച് വിചാരണ നടത്തും. അങ്ങനെ വിചാരണ നടത്തിയാൽ പിന്നീട് അവിടെ നടക്കുന്നൊരു നടപടി, അവിടെ വിപ്പിംഗ് ബോയ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് പോലും. ആ വിപ്പിംഗ് ബോയ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഈ അവിടുത്തെ പ്രഭു കുടുംബത്തിലെ കുമാരന്മാർ അവിടുത്തെ വ്യക്തിത്വങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അവർ വിചാരണ നടത്തും. എന്നിട്ട് ഈ വിപ്പിംഗ് ബോയ്സിലെ ഒരു വിഭാഗത്തെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നിട്ട് വിധിക്കുന്ന ശിക്ഷ 100 അടിയെങ്കിൽ 100 അടി,
അങ്ങനെ എന്ത് ശിക്ഷയാണോ വിധിക്കുന്നത് അത് അനുഭവിക്കേണ്ടി വരുന്നത് അവിടുത്തെ ആ വിപ്പിംഗ് ബോയ് എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു. ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എന്താണ് ഇവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവർ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോട്, ഇവിടുത്തെ മുസ്ലിം സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയുടെ അവരുടെ ചെയ്തികൾക്കുള്ള അവരുടെ ഇന്ത്യൻ സമൂഹത്തിലെ വിപ്പിംഗ് ബോയ്സ് ആണോ ഇത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെന്ന്, മതസമൂഹങ്ങളെന്ന് ഈ സന്ദർഭത്തിൽ വളരെ വിനയത്തോടു കൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ ലിബർഹാൻ കമ്മീഷന്റെ അതിലോട് ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര സർക്കാരിലെ വിവേകമതികളോട് ചില കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. ഒരിക്കൽ ഈ ബാബരിയുടെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. അത് തിരുത്താൻ അതിന് ഈ രാജ്യത്തിന് വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അതിന് വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു അനന്തരഫലം എന്നോണം റാവുവിനെ നിങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളോട് മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സച്ചാർ കമ്മീഷനെ വെക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ന്യൂനപക്ഷ പ്രധാനമന്ത്രിയെ സ്ഥാപിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കോളർഷിപ്പുകളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഇനിയും ഇത്തരം ഇരുട്ടുകളികൾ, ഇത്തരം ഇരട്ടത്താപ്പുകൾ തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ ഞാൻ വളരെ വിനയത്തോടുകൂടി കോൺഗ്രസിലെ വിവേകമതികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങൾക്കൊരിക്കൽ കൂടി നിങ്ങൾ ഈ തെറ്റാവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സച്ചാർ കമ്മിറ്റിയെ നിശ്ചയിച്ചതുകൊണ്ടോ, നിങ്ങൾക്ക് ഇനിയും ഒരിക്കൽ കൂടി ഒരു പ്രധാനമന്ത്രിയെ മാറ്റി നിർത്തേണ്ടി വന്നതുകൊണ്ടോ, പ്രധാനമന്ത്രിയെ തള്ളിപ്പറയേണ്ടി വന്നതുകൊണ്ടോ, ഈ രാജ്യത്തോട് മാപ്പ് പറഞ്ഞതുകൊണ്ടോ, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ചാക്കിലാക്കാനുള്ള ചപ്പടി വിദ്യകൾ പ്രകടിപ്പിച്ചതുകൊണ്ടോ മാത്രം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് 10 കൊല്ലമാണ് നിങ്ങൾക്ക് ബാബരിയുടെ പേരിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അകറ്റിയതിന്റെ പേരിൽ, അവരുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിങ്ങളെ വിശ്വസിച്ച ന്യൂനപക്ഷങ്ങളെ, നിങ്ങളിൽ അണിചേർന്ന ന്യൂനപക്ഷങ്ങളെ അവരെ വഞ്ചിച്ചതിന്റെ പേരിൽ, ഈ രാജ്യത്തെ മതേതരത്വത്തെ അപകടപ്പെടുത്തിയതിന്റെ പേരിൽ 10 കൊല്ലമാണ് ഇന്ദ്രപ്രസ്ഥത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നതെങ്കിൽ, ഇനിയും ഇത് ആവർത്തിക്കപ്പെടുന്നെങ്കിൽ അതിന്റെ ഇരട്ടിയായി അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ എന്തായിരിക്കും സംഭവിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇവിടെ കുപ്പായം തുന്നി വെച്ചിരിക്കുന്ന ഭാവി പ്രധാനമന്ത്രിയാവാൻ തുന്നുന്ന രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, തീർച്ചയായും ആ പ്രധാനമന്ത്രി കുപ്പായം ഈ വിഷയത്തിൽ ബാബരി ധ്വംസനത്തിലെ പ്രതികളെ ശിക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ, ഇവിടുത്തെ മതേതരത്വത്തെ കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾ തന്നെയിടമാകുന്നില്ലെങ്കിൽ, രാഹുൽ ഗാന്ധി അങ്ങയുടെ പ്രധാനമന്ത്രി കുപ്പായം പെട്ടിയിൽ തന്നെ വെക്കേണ്ടി വരും എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ രാഹുൽ ഗാന്ധി ഇവിടെ ഇപ്പോൾ അലിഗഡിൽ ചെന്നപ്പോ അദ്ദേഹത്തോട് അവിടുത്തെ ഒരു കുട്ടി ചോദിക്കുകയുണ്ടായി, എന്താണ് ഇന്ത്യയിൽ ഇത്രയും കാലമായിട്ടും ഒരു ന്യൂനപക്ഷ പ്രധാനമന്ത്രി ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകരുതെന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞൊരു മറുപടിയുണ്ട്, നിങ്ങളൊരാളെ ചൂണ്ടിക്കാണിച്ചു തരൂ, ഇവിടെ പ്രധാനമന്ത്രിയാക്കാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാളെ ചൂണ്ടിക്കാണിച്ചു തരൂ. എനിക്ക് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി കോൺഗ്രസ് പാർട്ടിയോട് സൂചിപ്പിക്കാനുള്ളത്, ഈ രാജ്യത്തെ ഇത്രയും കാലം ഭരിച്ച, ഈ രാജ്യത്തിൽ ന്യൂനപക്ഷങ്ങൾ വിശ്വസിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ടാണ്, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഈ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രിയെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയത് എന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ സംഭാഷണം ചുരുക്കുകയാണ്. ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഭരണകക്ഷിയിൽ വിവേകമതികളുണ്ടെങ്കിൽ അവർ ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും വളരെ മാതൃകാപരമായി ഇതിലെ കുറ്റവാളികളെ ശിക്ഷിക്കുവാനും തയ്യാറാകണമെന്നാണ് സയ്യോവിന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അല്ലാതെ നിങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ബാങ്കുകളെ നോക്കി അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് പരിശോധിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളത്തെ ന്യൂനപക്ഷത്തെ, ഈ രാജ്യത്തെ അവശ്യ ജനവിഭാഗങ്ങളെ, അവരുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്താനാണെങ്കിൽ, അവരെ വീണ്ടും നിരാശരാക്കാനാണ് ഭാവമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തെ ഒരു ന്യൂനപക്ഷത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമായി, ഒരു വോട്ട് ബാങ്കിന്റെ പ്രശ്നമായി മാറാതെ ഈ രാജ്യത്തെ ഈ രാജ്യം ഇന്ത്യ രാജ്യമായി തന്നെ നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിന് ആർജവമുള്ളവർ മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിപ്ലവ അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിൽ ചിലര് നേരത്തെ പോയിട്ടുണ്ട്, ഉറങ്ങാൻ വേണ്ടിയാവണമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഉറങ്ങിപ്പോകരുത് എന്നാണ്. കാരണം ഒരു ഭരണാധികാരി ഉറങ്ങിപ്പോയതിൻ്റെ ഭവിഷ്യത്തുകളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഭരണാധികാരികൾക്ക് ഉറങ്ങാം. പക്ഷേ ഭരണാധികാരികൾ ഉറങ്ങുന്ന സമയത്ത് പ്രജകൾ ഉറങ്ങിപ്പോകരുത്. പ്രജകളുടെ ഉറക്കത്തിന് കാവൽ നിൽക്കേണ്ടവരാണ് ഭരണാധികാരികൾ. ഉറങ്ങാതെ കാവൽ നിൽക്കേണ്ടവരാണ്. അത്തരം ഭരണാധികാരികളില്ലാത്ത സന്ദർഭത്തിൽ സദാസമയം ഉണർന്നിരിക്കാനുള്ള ജാഗ്രത, ബുദ്ധി, വിവേകം നമുക്ക് ഉണ്ടാവണം. അതാവട്ടെ ഈ പരിപാടിയുടെ മഹത്തായ സന്ദേശം എന്ന ആമുഖത്തോടുകൂടി ചില ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓർമ്മകളെ പലരും ഭയക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പരിപാടിയെ സംബന്ധിച്ച് തന്നെ വളരെ വലിയ ചില ആളുകൾ എന്തിനാണിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി, ഇങ്ങനെ ഒരു തലക്കെട്ടിൽ നിങ്ങൾ നടത്തുന്നത് എന്ന് രഹസ്യമായിട്ടുള്ള, സ്വകാര്യമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുകയുണ്ടായി. എനിക്ക് പറയാനുള്ളത്, ആര് മറന്നാലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില അനുഭവങ്ങളും സംഭവങ്ങളും വാസ്തവങ്ങളും ചരിത്രത്തിൽ ഉണ്ട്. അത് മറന്നാൽ ചരിത്രത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഓർമ്മകൾ മാത്രമായിരിക്കില്ല, നമ്മൾ തന്നെയായിരിക്കും എന്ന വസ്തുത മനസ്സിലാക്കണമെന്നാണ്. ഞാൻ മറക്കുന്നില്ല, കഴിഞ്ഞ 17 വർഷം മുമ്പ് ഈ മൈതാനത്ത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇതിനേക്കാൾ ചെറുപ്പമുള്ള സന്ദർഭത്തിൽ ഇവിടെ ഇരിക്കുന്ന പലരും ജനിച്ചിട്ടില്ലാത്ത ഒരു ദിവസം, അത് ആ കാണുന്ന സ്റ്റേജിൽ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റേജിൽ നമ്മൾ ഒരു പരിപാടി നടത്തി. ആ പരിപാടിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും ആദ്യത്തെ പരസ്യമായിട്ടുള്ള പ്രതിഷേധ പരിപാടിയായിരുന്നു അത്. അത് സംഘടിപ്പിച്ചത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആയിരുന്നു. ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് പിറ്റേ ദിവസം ബാലൻസ് കീപ്പിങ്ങിന് വേണ്ടി നിരോധിക്കപ്പെട്ട ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന, ഉത്തരവാദിത്തമുള്ള മക്കളെപ്പോലെ SIO അന്ന് അതിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയായിരുന്നു. അന്ന് സംസാരിച്ച കാര്യങ്ങളൊന്നും സ്റ്റേജ് ഓപ്പോസിറ്റായി പോയി എന്നതുകൊണ്ട് ഞാൻ മറക്കുന്നില്ല. അന്ന് പറഞ്ഞതിന് വിരുദ്ധമായി സംസാരിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. സംസാരിക്കാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകളുണ്ട്. അന്ന് വാചാലരായിരുന്ന പലരും തികഞ്ഞ മൗനികളും സൂഫികളും ആയി മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മറക്കാനാവില്ല എന്ന ആമുഖത്തോടുകൂടി ചില വസ്തുതകൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് 17 വർഷം വൈകി വന്നൊരു റിപ്പോർട്ടാണ്. അങ്ങനെ 17 വർഷം അത് വൈകി എന്ന് പറയേണ്ടതില്ല. അത് വളരെ സമയത്ത് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്.
3 മാസം കാലാവധി നിശ്ചയിച്ച റിപ്പോർട്ട് 17 വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന സംഭവത്തിന് ഈ നൂറ്റാണ്ടിൽ റിപ്പോർട്ട് വന്നു, അടുത്ത നൂറ്റാണ്ടിൽ ശിക്ഷയും വന്നേക്കും, വരാതിരിക്കില്ല ശിക്ഷ. പ്രതികൾ മരണപ്പെട്ട ശേഷം, നമ്മളൊക്കെ മരണപ്പെട്ട ശേഷം, ഓർമ്മകളെല്ലാം മരണപ്പെട്ട ശേഷം തീർച്ചയായിട്ടും ശിക്ഷകൾ വരും, വരാതിരിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോ 17 വർഷത്തെ വൈകലല്ല കാരണം നമ്മുടെ മറവിയിൽ ആത്മാർത്ഥമായും വിശ്വസിച്ചുകൊണ്ടാണ് ലിബർഹാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. 17 വർഷത്തിനു ശേഷം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും നമ്മുടെ മറവി ഗുണം ചെയ്യുമെന്നും ജസ്റ്റിസ് ലിബർഹാൻ ന്യായമായും വിശ്വസിച്ചത് തെറ്റല്ല എന്ന് റിപ്പോർട്ട് അവതരണത്തിന് ശേഷമുള്ള സംഭവങ്ങൾ തെളിയിക്കുകയാണ്. 3 മാസം കൊണ്ട് റിപ്പോർട്ട് വന്നിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ പത്രങ്ങളുടെ തലക്കെട്ട് റിപ്പോർട്ട് വൈകി വന്നതിന് ശേഷം, റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏത് പത്രങ്ങളുടെ തലക്കെട്ട്, ഏത് ചാനലുകളുടെ തലക്കെട്ട്, ഏത് ബുദ്ധിജീവികളുടെ വാചക കസർത്തുകൾ. 17 വർഷം മുമ്പ് അവരെന്താണ് പറഞ്ഞത്? ഡിസംബർ 7 പത്രങ്ങൾ, ഡിസംബർ 7 ചാനലുകൾ, ഡിസംബർ 7 നമ്മുടെ ബുദ്ധിജീവികളുടെ പ്രസ്താവനകൾ, പ്രഖ്യാപനങ്ങൾ, ഡിസംബർ മാസത്തെ നമ്മുടെ പത്രങ്ങളിലെ ലേഖനങ്ങൾ, അതൊക്കെ വായിക്കുന്നത് വളരെ രസാവഹമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ആ ബുദ്ധിജീവികൾ തന്നെ സ്വയം അത് വായിക്കുന്നത്, ആ പത്രാധിപന്മാർ തന്നെ അത് സ്വയം വായിക്കുന്നത്, നമ്മൾ വായനക്കാരും അതൊക്കെ വായിക്കുന്നത് നന്നായിരിക്കും. റിപ്പോർട്ട് എന്തുകൊണ്ട് 17 വർഷം വൈകി എന്നതിനുള്ള ഉത്തരം അതിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ബുദ്ധിജീവിക്ക് വാക്കുകൾ മാറ്റിപ്പറയാം, വാക്കുകൾ ചുരുക്കി പറയാം, വാക്കുകൾ അയഞ്ഞു പറയാം. പത്രാധിപന്മാർക്ക് മാറ്റങ്ങളാവാം, ചാനലുകാരന് മാറ്റങ്ങളാവാം. അവർക്കിപ്പോൾ ഒരു വലിയ റിപ്പോർട്ട് വന്നപ്പോൾ അത് ചോർന്നോ ചോർന്നില്ലേ എന്നതാണ് മുഖ്യമായിട്ടുള്ള വിഷയം. പക്ഷേ ഈ സംവാദത്തിനിടയിൽ ചോർന്നു പോയത് ഈ വിഷയത്തിന്റെ മർമ്മമാണ്, ഈ വിഷയത്തിന്റെ ആത്മാവാണ് എന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടിൽ അത്ഭുതങ്ങൾ ഒന്നുമില്ല, റിപ്പോർട്ടിൽ ഒരു പുതുമയുമില്ല, റിപ്പോർട്ടിൽ ഒരു പുതിയ വാർത്തയുമില്ല, പുതിയ ഒരു വാസ്തവവും ആ റിപ്പോർട്ടിലില്ല. യഥാർത്ഥത്തിൽ പകൽ നടന്ന ഒരു സംഭവത്തിന് ഞാനാണ് പ്രതി എന്ന് ആവേശത്തോടും അഭിമാനത്തോടുകൂടി വിളിച്ചു പറയുന്ന ഒരു സംഭവത്തിന്റെ പേരിൽ ആരാണ് പ്രതികൾ എന്ന് അന്വേഷിച്ചത് തന്നെ, അതിനുവേണ്ടി 17 വർഷം എടുത്തത് തന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തവും വങ്കത്വവും ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളാണ് പ്രതികൾ എന്ന് സമ്മതിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ, അഭിമാനത്തോടുകൂടി സമ്മതിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ പ്രതികളുടെ പേരുകളൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. നമ്മൾ 17 വർഷമായിട്ട് കാത്തിരുന്നത് ഇവരെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന കാര്യമായിരുന്നു. നമ്മുടെ മീഡിയ ചോദിക്കേണ്ടത്, നമ്മുടെ ബുദ്ധിജീവികൾ ചോദിക്കേണ്ടത്, നമ്മുടെ സംഘടനകൾ ചോദിക്കേണ്ടത്, നമ്മളെല്ലാവരും ചോദിക്കേണ്ടത് ഇവരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതായിരുന്നു. ഇവനാണ് പ്രതി എന്ന് പറഞ്ഞു തരേണ്ട ഒരു കാര്യവുമില്ല. അത് പ്രതി തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്.
പക്ഷെ ഈ റിപ്പോർട്ടിൽ അങ്ങനെയില്ല. ഇതിന് റിപ്പോർട്ടിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. റിപ്പോർട്ടിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ, കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഒരു ഭരണകൂടത്തിന്റെ മുമ്പിൽ അത് കിട്ടിയിരിക്കുന്നു. ഈ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ പ്രതികളെ ശിക്ഷിക്കുക എന്നത്. അതുകൊണ്ടാണ് പ്രതികളെ ശിക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായിട്ട് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രതികൾ ശിക്ഷിക്കപ്പെടണം, വൈകിയാണെങ്കിലും നീതി ലഭിക്കണം, തുടർന്ന് നീതി നടപ്പാകാൻ അത് ആവശ്യമാണ് എന്ന കാര്യം കൊണ്ടാണ് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പ്രതികളുടെ ഒരു ഭരണകൂടമല്ല ഇന്നിവിടെ ഉള്ളത്. ആരാണോ ഈ പ്രതികൾക്ക് ഏറ്റവും വലിയൊരു ക്രൈം ചെയ്യാൻ ഒത്താശ ചെയ്തു കൊടുത്തത്, അവര് തന്നെയാണ് ഇന്നും ഈ പ്രതികളെ ശിക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ള ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ പറയുന്നത് എന്താണ്? അവര് പറയുന്നത് ഈ പ്രതികളെ ശിക്ഷിക്കുമെന്നല്ല, ശിക്ഷിക്കില്ല എന്നാണ്. അവര് പറയുന്നത് ഈ പ്രതികളുടെ ലിസ്റ്റിൽപ്പെട്ട കുറെ ആളുകളെ ഞങ്ങൾ ഒഴിവാക്കുന്നു എന്നാണ്. ശ്രീമാൻ വാജ്പേയിക്ക് അദ്വാനിയേക്കാൾ എന്ത് പ്രത്യേകതയാണുള്ളത്? അദ്വാനി വൈകിയാണെങ്കിലും കാര്യം മനസ്സിലാക്കുന്ന ആളാണ്. ശ്രീമാൻ വാജ്പേയി അങ്ങനെയല്ല. അദ്വാനി ജിന്നയെക്കുറിച്ച് അദ്ദേഹം സെക്യുലറായിരുന്നു എന്ന് വൈകി മനസ്സിലാക്കിയ ആളാണ്. ജസ്വന്ത് സിംഗ് വൈകിയാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്. ശ്രീമാൻ വാജ്പേയി അന്നും ഇന്നും ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും അതിനെപ്പറ്റി പരസ്യമായി പറയാതെ രഹസ്യമായി എല്ലാ അജണ്ടകളും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. വയസ്സുകൊണ്ട് മൂത്തതാണ്, ബഹുമാനിക്കുന്നു നമ്മൾ. പക്ഷേ അദ്ദേഹത്തെ എന്തിന്റെ പേരിൽ ഈ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്ന്, ഈ റിപ്പോർട്ട് അദ്ദേഹത്തിനെതിരെ എന്ത് പാതകമാണ് ചെയ്തിരിക്കുന്നത് എന്ന് കോൺഗ്രസ് മറുപടി പറയേണ്ട, ഭരണകൂടം മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. ശ്രീമാൻ നരസിംഹറാവുവിനെ സംബന്ധിച്ച് റിപ്പോർട്ടിൽ മൗനമാണ്. നരസിംഹറാവുവിന് മൗനം കൊണ്ടൊരു മറുപടി പറഞ്ഞതായിരിക്കും ലിബർഹാൻ കമ്മീഷൻ എന്ന് ഞാൻ കരുതുകയാണ്. നരസിംഹറാവുവിനെ വാജ്പേയിയേക്കാൾ കൂടുതൽ നരസിംഹറാവുവിന്റെ കാര്യത്തിൽ മൗനം പാലിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നരസിംഹറാവു ഇന്ന് ജീവിച്ചിരിപ്പില്ല, വാജ്പേയി ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് തന്ത്രപരമായ നിലപാടെടുത്തു. റാവുവിനെ സംബന്ധിച്ച് അല്പം കരുതേച്ച് കാണിച്ചാലും വാജ്പേയിയെ വെള്ളപൂശുക തന്നെ വേണം എന്ന കാര്യം. ഇത് റാവുവിനും ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും. തന്നെ കരിപൂശിയാലും ശ്രീമാൻ വാജ്പേയിയെ വെള്ളപൂശലാണ് റാവുവും ജീവിച്ചിരിപ്പുണ്ടാവുമെങ്കിൽ ചിലപ്പോൾ പിന്നെ ഇഷ്ടപ്പെടുക. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിക്കുകയാണ്, കോൺഗ്രസ് ഭരണകൂടം സ്വീകരിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ള പരാജയമാണ് ഇന്ത്യയിലെ വർഗീയ കലാപങ്ങൾക്കുള്ള കാരണം. നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ പോലീസ്, നമ്മുടെ പട്ടാളം, നമ്മുടെ കോടതികൾ ഉറങ്ങുന്നത് കൊണ്ടും മൗനം പാലിക്കുന്നത് കൊണ്ടും വിവേചനം കാണിക്കുന്നത് കൊണ്ടും ആണ് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് അവസാനിക്കണമെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. നമ്മുടെ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. നമ്മുടെ പട്ടാളം, നമ്മുടെ കോടതി, നമ്മുടെ നിയമം കണ്ണു തുറക്കേണ്ട സമയത്ത് കണ്ണു തുറക്കണം, ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കണം. ആ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് വളരെ പരസ്യമായിട്ട് പറയാനുള്ളത്, ആവർത്തിച്ച് പറയാനുള്ളത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലല്ല ബേജാറുള്ളത്. അവർ ശിക്ഷിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നിങ്ങളുടെ നീതിബോധമനുസരിച്ച് ചെയ്യുക. പക്ഷേ ഇവിടെ ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ, പരമ്പരകൾ, ദുരന്ത പരമ്പരകൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്തേ തീരൂ. അത് ചെയ്യുന്നതിന് ഇവിടെ ആര് ഭരിച്ചാലും, അത് കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും BJP ആയാലും ആരായിരുന്നാലും ശരി, 2-3 കാര്യങ്ങൾക്ക് അവർ സന്നദ്ധമാകേണ്ടതുണ്ട്.
അവരത് ചെയ്യുന്നുണ്ടോ എന്നോ ഈ രാജ്യത്തെ പൗരന്മാർ, ഈ രാജ്യത്തെ മീഡിയ, ഈ രാജ്യത്തെ സാംസ്കാരിക ബുദ്ധി ജീവികൾ ഒക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഇത്തരത്തിലുള്ള പരിപാടികളുടെ പ്രിവെൻഷനാണ്. ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ നടക്കാൻ പാടില്ല, തടയണം. അതിന് തടയാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണം എന്ന കാര്യമാണ്. കമ്മ്യൂണൽ റൈറ്റ്സ്, വർഗീയ കലാപങ്ങൾ ഉണ്ടാവരുത്. ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. മതം നോക്കി, ജാതി നോക്കി, ഭാഷ നോക്കി, സംസ്ഥാനം നോക്കി, നിറം നോക്കി ആളുകളെ കൊല ചെയ്യുന്ന, കൊള്ളയടിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ടാവണം. നിയമങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ നിയമം ഇവിടെ നോക്കുകുത്തിയാണ്, നിയമം ഇവിടെ അന്ധനാണ്, നിയമം ഇവിടെ ബധിരനാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിയമം കണ്ണു തുറക്കണം, നിയമം ചെവി തുറക്കണം, നിയമം കൈ പൊക്കേണ്ട സമയത്ത് കൈ പൊക്കണം, തടയേണ്ട സമയത്ത് തടയണം, നിയമം ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം. അത് ചെയ്യുന്നുണ്ടോ എന്ന് ഇവിടുത്തെ ഭരണാധികാരി, ഇവിടുത്തെ ക്രമസമാധാന പാലകര്, ഇവിടുത്തെ കോടതികൾ തീർച്ചയായിട്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കണം, ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം റീഹാബിലിറ്റേഷൻ എന്ന കാര്യമാണ്. പുനരധിവാസം. ആർക്കാണോ വീട് പോയിട്ടുള്ളത് അതിനേക്കാൾ മുന്തിയത് എന്ന് ഞാൻ പറയുന്നില്ല, അതിനു തുല്യമായ ഒരു വീടെങ്കിലും വെച്ചുകൊടുക്കാൻ ഈ ഭരണകൂടം ബാധ്യസ്ഥമാണ്, സമൂഹം ബാധ്യസ്ഥമാണ്. റീഹാബിലിറ്റേഷൻ, പുനരധിവാസം, അത് റോഡ് പോകുന്നിടത്തുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, പാലം വരുന്നിടത്തുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ഫാക്ടറി വരുന്നിടത്തുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, അത് വർഗീയ കലാപം നടക്കുന്ന പ്രദേശങ്ങളിലും എത്ര മാസ് വയലേഷൻ, മാസ് റൈറ്റ് നടന്നാലും അത്തരത്തിലുള്ള പ്രദേശങ്ങൾ അതിന് കോടികൾ തന്നെ ചെലവഴിക്കേണ്ടി വന്നാലും ഭരണകൂടത്തിന്റെ അടുത്ത ബജറ്റിൽ അത് വേണം. വർഗീയ കലാപം നടന്ന പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാൻ ഭരണകൂടം തയ്യാറാവണം. മൂന്നാമതൊരു കാര്യമുണ്ട്, കോമ്പൻസേഷൻ എന്നതാണ്. നഷ്ടപരിഹാരം നൽകണം. ആർക്കാണോ നഷ്ടപ്പെട്ടത്, തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്, വീട് നഷ്ടപ്പെട്ടവരുണ്ട്, പണം നഷ്ടപ്പെട്ടവരുണ്ട്, മാനം നഷ്ടപ്പെട്ടവരുണ്ട്, അങ്ങനെ പലതും നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്ന കാര്യമാണ്. പണം മുടക്കുണ്ടാകും, പണം മുടക്കുണ്ടാവണം. പണം മുടക്കുമ്പോൾ മാത്രമേ ഇതൊരു നിയമമായിട്ട് ഇവിടെ വരികയും ആ നിയമം കണിശമായി നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ വർഗീയ കലാപങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും അവസാനിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടവന് നഷ്ടപരിഹാരം അവന്റെ കുടുംബത്തിന് കൊടുക്കണം, പണം നൽകണം, ലക്ഷങ്ങൾ നൽകണം. ഇവിടെ നിങ്ങൾക്കറിയാം, പല ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ 5 ലക്ഷവും 10 ലക്ഷവും വോട്ടപകടമുണ്ടായി കൊടുക്കുന്നു. നമ്മൾ കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. ഉദ്യോഗസ്ഥന്മാര് അപകട മരണങ്ങൾ നേരിട്ടാൽ നമ്മൾ കൊടുക്കുന്നു, പൗരന്മാർക്ക് അപകട മരണങ്ങൾ നേരിട്ടാൽ നമ്മൾ കൊടുക്കുന്നു. അതുപോലെയാണ് ഈ രാജ്യത്തെ പൗരന്മാരുടെ രക്ഷ, അവരുടെ സുരക്ഷിതത്വം, അവരുടെ ജീവന്റെ, അവരുടെ മാനത്തിന്റെ, അവരുടെ പണത്തിന്റെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടമാണ്. അത് നൽകാൻ സന്നദ്ധ കാര്യത്തിൽ ഭരണകൂടം പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം നൽകാൻ ഭരണകൂടം തയ്യാറാവണം. ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടെ വർഗീയ കലാപങ്ങളിൽ മരിക്കുന്ന ആളുകൾക്ക് കോമ്പൻസേഷൻ നൽകാൻ ഭരണകൂടം തയ്യാറാവുകയാണ് എങ്കിൽ, അത്തരത്തിലുള്ളൊരു നിയമനിർമ്മാണം നടത്തുകയാണെങ്കിൽ, കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ അനന്തരാവകാശികൾക്ക് 5ഉം 10ഉം ലക്ഷം രൂപ വീതം കൊടുക്കുന്ന ഒരു നിയമനിർമ്മാണത്തിലേക്ക് വന്നാൽ, അവൻ ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, സിഖുകാരനാണോ എന്നൊന്നും വിവേചനമില്ലാത്ത രീതിയിൽ അത് നടപ്പിലാക്കാൻ തുനിഞ്ഞാൽ ഒരു കൊലപാതകവും ഇവിടെ നടക്കില്ല. ഒരു BJP-കാരനും ഒരു ശിവസേനക്കാരനും വാളും കുന്തവും എടുത്ത് തെരുവിലിറങ്ങില്ല. ഒരു ക്രിസ്ത്യാനിയെയും ഒരു മുസ്ലിമിനെയും കൊല ചെയ്യുന്ന പ്രശ്നമേ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗവൺമെന്റ് പരീക്ഷിക്കാൻ തയ്യാറാവണം. ഇവിടുത്തെ മീഡിയ, ഇവിടുത്തെ ബുദ്ധിജീവികൾ, ഇവിടുത്തെ സംഘടനകൾ അത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി മുറവിളി കൂട്ടണം എന്ന കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനൊന്ന് ഉദ്യോഗസ്ഥന്മാരുടെ സമീപനമാണ്.
ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ജില്ലാ കലക്ടർമാരുണ്ടാവും. ഒരു ജില്ലാ കലക്ടർ കെ നായരുടെ അബദ്ധത്തിൽ നിന്ന്, അബദ്ധം എന്ന് പറഞ്ഞാൽ പറ്റില്ല, പിന്നെ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കുറ്റത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കലക്ടറെ പോലെയുള്ള SP പോലെയുള്ള ഉയർന്ന പദവികളിലേക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ അവരെ നിർദ്ദയം അവരിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റാൻ, വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാവേണ്ടതുണ്ട്. ലാലു പ്രസാദ് യാദവ് ബീഹാർ ഭരിച്ച സന്ദർഭം, ബീഹാർ ഏതാണ് സ്റ്റേറ്റ് എന്ന് നമുക്കറിയാം. ബീഹാർ ബഗൽപൂര് പിന്നെ വർഗീയ ലഹള, ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട വർഗീയ ലഹള നടന്ന സ്റ്റേറ്റാണ് ബീഹാർ. ആ ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് ഭരിക്കുന്ന കാലത്തിൽ ലാലുവിന് തകരാറുകൾ ഒരുപാടുണ്ടെങ്കിലും ലാലു വർഗീയവാദിയല്ല. വർഗീയവാദികൾക്കെതിരെ ഉറച്ച ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് കലക്ടർമാർക്കും SP-മാർക്കും ശക്തമായ നിർദ്ദേശം നൽകി. നിങ്ങളുടെ ജില്ലയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായാൽ കസേര തെറിക്കും എന്നതായിരുന്നു ആ വാണിംഗ്. കസേര തെറിക്കും എന്ന അവസ്ഥ വന്നപ്പോൾ തീർച്ചയായും വർഗീയ കലാപങ്ങൾ ഉണ്ടായില്ല. ബീഹാറിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായില്ല. ഇവിടെ നമ്മുടെ ഭരണാധികാരികളുടെ സമീപനം എന്താണ്? ഭരണാധികാരികളുടെ സമീപനം വെടിവെച്ച് കൊന്നാലും, അത് പോലീസായിരുന്നാലും പട്ടാളായിരുന്നാലും ഈ വർഗീയവാദികളായിരുന്നാലും തീവ്രവാദികളായിരുന്നാലും ആരായിരുന്നാലും ശരി, അതിനോട് ചോദ്യമില്ല, അതിന് പിന്നെ ശിക്ഷയില്ല. അപ്പൊ ഈ പോലീസും പട്ടാളവും അതുപോലെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയും അവർ കണ്ണുപൊത്തുകയും ചെവി പൊത്തുകയും സംഭവങ്ങളൊക്കെ നടന്ന ശേഷം മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി അവർ ഒത്തുകൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതൊഴിവാക്കുകയാണെങ്കിൽ, ശക്തമായ ഭരണാധികാരികൾ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മാറ്റങ്ങളുണ്ടാകും. അതിനുള്ള തെളിവ് നമ്മുടെ സ്റ്റേറ്റുകളിലുണ്ട്, നമ്മുടെ തന്നെ ഇന്ത്യയിൽ ഉണ്ട് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ പൗരന്മാരെയും വെറുതെ വിടാൻ പാടില്ല എന്നതാണ്. നമ്മൾ പൗരന്മാരെന്ന നിലക്ക് ചില ചുമതല നമുക്കുണ്ട്. ഈ രാജ്യത്തെ പൗരന്മാരുടെ ചുമതലയാണ് ഭരണകൂടത്തെ പോലെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന കാര്യം. നമ്മൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ന്യൂനപക്ഷം അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗം, അവർ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രൈസ്തവനാവട്ടെ, മതമുള്ളവനാവട്ടെ, ഇല്ലാത്തവനാവട്ടെ, ദളിതാവട്ടെ, ബ്രാഹ്മണനാവട്ടെ, ആരായിരുന്നാലും കൊല ചെയ്യപ്പെടുന്ന, കൊള്ള ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ പ്രദേശത്തെ ആളുകൾക്ക് മുഴുവൻ ഫൈൻ ഇടണം. മാസ് ഫൈനിങ് എന്നത് ഒരു പുതിയ സമ്പ്രദായം അല്ല. തീർച്ചയായിട്ടും അത് ചരിത്രത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ജനങ്ങൾക്കും ചില ജാഗ്രതകൾ ഉണ്ടാകും. ഞങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ നഷ്ടപരിഹാരം നൽകാനും പുനരധിവാസ പ്രക്രിയയിലും ഞങ്ങളും പണം നൽകേണ്ടതായിട്ട് വരും, ഞങ്ങൾക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്ന് ജനങ്ങൾക്ക് തോന്നും. ഇങ്ങനെയുള്ള ബഹുമുഖമായ പദ്ധതികളുടെ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനെന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ശിക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ശിക്ഷിക്കൂ എന്നത് ഒരു മുറവിളിയല്ല, പ്രതികാരദാഹത്തിൽ നിന്നുള്ള ഒരു മുറവിളിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ പിന്നിൽ വലിയ നീതിബോധവും വലിയ യുക്തിബോധവും ഉണ്ട് എന്ന കാര്യമാണ് പറയാനുള്ളത്. ശിക്ഷിക്കപ്പെട്ടാൽ BJP-ക്കാർ പ്രകോപിതരാവും, വീണ്ടും കലാപങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് എങ്കിൽ ഇത് ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന മറുപടിയാണ് അതിനുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ജനങ്ങളിൽ വലിയ വിശ്വാസമുണ്ട്. കഴിഞ്ഞ 17 വർഷം കൊണ്ടുണ്ടായത് നമ്മുടെ വിശ്വാസം, ജനങ്ങളിലുള്ള വിശ്വാസം വളരെ കൂടി എന്ന കാര്യമാണ്. ഭരണകൂടത്തിലുള്ള വിശ്വാസം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. കോടതികളിലുള്ള വിശ്വാസം പോലും വേണ്ടത്ര വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. മീഡിയയിലുള്ള വിശ്വാസം വേണ്ടത്ര വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ജനങ്ങളിലുള്ള വിശ്വാസം ഒരു പരിധിവരെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകിയ ആളുകളെ ഇരുത്തേണ്ടിടത്ത് എവിടെയാണ് ഇരുത്തേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിച്ചു എന്ന കാര്യമാണ്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായിട്ട് ഈ ക്രൈം ചെയ്ത ആളുകൾ ഭരണത്തിന് പുറത്താണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് നേതൃത്വം നൽകിയ ആളുകളെ ശിക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ലിബർഹാൻ പറഞ്ഞിട്ടില്ല എങ്കിലും
കുറ്റവാളികളെ തൊട്ട് ചൂണ്ടിക്കാണിച്ചിട്ടും ഇവിടുത്തെ ഭരണകൂടം ശിക്ഷിക്കാൻ തയ്യാറില്ല എങ്കിലും ജനങ്ങൾ ശിക്ഷിച്ചു. ദൈവം തമ്പുരാൻ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അഡ്വാനി എവിടെ നിൽക്കുന്നു ഇന്ന്, ജസ്വന്ത് സിംഗ് എവിടെ നിൽക്കുന്നു ഇന്ന്, ഉമാഭാരതി എവിടെ നിൽക്കുന്നു എന്ന് അതൊക്കെ ചോദിക്കേണ്ടതും അറിയേണ്ടതും ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ് എന്ന കാര്യം മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവരൊക്കെ സ്വയം പാഠം പഠിച്ചാൽ പോലും, അഡ്വാനി പാഠം പഠിക്കുന്നു, ജസ്വന്ത് സിംഗ് പഠിക്കുന്നു, ഇനിയും പലരും പഠിക്കാൻ പോകുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഭരണാധികാരികൾ പാഠം പഠിക്കുമോ, നമ്മുടെ ചില മീഡിയ പാഠം പഠിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് സംശയങ്ങൾ ഉള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഈ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമുണ്ട് എന്ന കാര്യം ആണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ യു പി എ ഭരണകൂടം കഴിഞ്ഞ ഘട്ടത്തിലും ഇപ്പോഴും ചില പരിപാടികളുമായി രംഗത്ത് വന്നിട്ടുണ്ട്, സ്വാഗതാർഹമാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അവർ ഏറ്റെടുത്ത് നടത്തി വരുന്നു എന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളോട് വളരെ നെഗറ്റീവായിട്ടുള്ള സമീപനം അവർ സ്വീകരിച്ചിരിക്കുന്നു എന്നതും ഒരു ശരിയാണ്. അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു സമീപനമാണ്. ഒരു മൃദു ഹിന്ദുത്വത്തെ, ഒരു മൃദു സമീപനത്തെ അവർ സ്വയം ഏറ്റെടുത്തിരിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. ആ ഭരണകൂടത്തിന്റെ സമീപനങ്ങൾ, ഇവിടെ നടക്കുന്ന നരനായാട്ട്, കഴിഞ്ഞ 6 വർഷം മുമ്പ് ഒരു നായാട്ട് കഴിഞ്ഞതാണ്, ഇപ്പൊ വീണ്ടും ഒരു നായാട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ആർക്കും ഈ സമുദായത്തിലെ ആർക്കും അതിനെ സംബന്ധിച്ചൊരു ബേജാറുമില്ല. പക്ഷേ ഇവിടുത്തെ മീഡിയ ഇന്നലെ മിനിഞ്ഞാന്നോ നമ്മുടെ കേരളത്തിൽ ഒരു മന്ത്രി അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഈ പട്ടണത്തിൽ തന്നെ വെച്ച് വ്യക്തമാക്കുകയുണ്ടായി. ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അവരെ തീവ്രവാദികളാക്കി, ഭീകരവാദികളാക്കി, രാജ്യദ്രോഹികളാക്കി, അപകടകാരികളാക്കി, അവരെക്കുറിച്ച് സംശയങ്ങൾ ജനിപ്പിച്ച്, ഭയം ജനിപ്പിച്ച് അവരെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് ശരിയാണോ എന്ന് മീഡിയ പരിശോധിക്കേണ്ടതുണ്ട്, ആത്മപരിശോധന നടത്തേണ്ടത്. ഇത് ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് പരിശോധിക്കപ്പെടേണ്ടത്. വ്യക്തികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതാനും ഗ്രൂപ്പുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സമുദായത്തെ, ഒരു മതത്തെ പഴിചാരുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് ശരിയാണോ എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ. ചില വാസ്തവങ്ങൾ നമ്മളൊക്കെ അറിയണം. ആ വാസ്തവങ്ങൾ എന്താണ്? നമ്മളിപ്പോ വലിയ വലിയ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. തടിയന്റെ വിട നസീർ എന്നൊക്കെ പറയുമ്പോ ഭയങ്കരമായിട്ടുള്ള പേടിയാണ്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു, 1992 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം നിരോധിക്കപ്പെട്ട ഈ പ്രസ്ഥാനം ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ബേജാറോ പേടിയോ ഇല്ല. ഞങ്ങളിൽ അത്തരത്തിലുള്ള തടിയന്മാരോ മടിയന്മാരോ ഇല്ല എന്നും നല്ല മെലിഞ്ഞ് കൊലുത്ത ആളുകൾ തന്നെ വേണ്ടത്ര ഉണ്ട് എന്നും സഹോദരന്മാര് മനസ്സിലാക്കിയിട്ട്, തടിയന്മാരും മടിയന്മാരും മുടിയന്മാരും ഒക്കെ മറുവശത്ത് എത്രയോ ഉണ്ട്. അത് മറന്നുകൊണ്ട് മീഡിയ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തരുത് എന്ന് മാത്രമാണ് വിനീതമായിട്ട് പറയാണ്. ബിൻ ലാദൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കാരണമായിട്ട് വെറുക്കപ്പെട്ടവനും ശപിക്കപ്പെട്ടവനും പുറത്തു നിർത്തപ്പെടേണ്ടവനും പിടികിട്ടിയാൽ ശിക്ഷിക്കപ്പെടേണ്ടവനും ആണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത്ര തന്നെ സംശയമില്ലാത്തൊരു കാര്യമുണ്ട്. ആ കാര്യം ബിൻ ലാദനേക്കാൾ 1000 മടങ്ങ് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള, 1000 മടങ്ങ് തെറ്റുകൾ ചെയ്തിട്ടുള്ള, 1000 മടങ്ങ് ഭീകരവാദിയായിട്ടുള്ള, 1000 മടങ്ങ് തീവ്രവാദിയായിട്ടുള്ള കൊടും കുറ്റവാളിയാണ് ജോർജ് ബുഷ് എന്ന കാര്യം. അത് മറക്കാൻ പാടില്ലാത്തതാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ഈ തടിയന്റെ വിട നസീറിനേക്കാൾ വലിയ ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ മറുവശത്തുള്ളത് കൊണ്ടാണ് ഈ തടിയന്റെ വിട നസീറിനെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള നാടകങ്ങൾ, മോണാക്റ്റുകൾ കളിക്കേണ്ടി, മിമിക്രികൾ കളിക്കേണ്ടി വരുന്നത് എന്ന കാര്യം, ഈ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.
ഇതിന്റെ പേരിൽ ഒരാളെയും വെറുതെ വിടേണ്ടതില്ല. വെറുതെ വിടണമെന്ന് ഈ സമുദായത്തിൽ ഒരു സംഘടനയും ആവശ്യപ്പെട്ടിട്ടില്ല. കുറ്റവാളികളെ മാത്രം നമ്പറിട്ടുകൊണ്ട് മഷിയിട്ടുകൊണ്ട് തെരഞ്ഞു പിടിച്ച് അവരെ സൂക്ഷ്മമായി വിചാരണ ചെയ്ത് അവരെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം. അതിലൊരു ദാക്ഷിണ്യവും വേണ്ടതില്ല. അവരെ ശിക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. ഈ സമുദായത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരാവശ്യമാണ് എന്ന കാര്യം. ഈ മതത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി ആരും ഇത്തരത്തിലുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടതില്ല എന്നാണ് ഇസ്ലാമിക പ്രസ്ഥാനം അതുപോലെയുള്ള ഉത്തരവാദപ്പെട്ട മുസ്ലിം സംഘടനകളും കാലാകാലങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവര് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടാകാമെങ്കിലും അതൊന്നും അത്തരം പ്രവൃത്തികൾക്കുള്ള ന്യായീകരണമല്ല എന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതും ആണ്. പക്ഷേ ഇവിടുത്തെ പ്രചരണങ്ങൾ, പത്രങ്ങളും മീഡിയ ചാനലുകളും ഒക്കെ നോക്കുമ്പോൾ ഒരു ലോജിക്കില്ലാത്ത, ബുദ്ധിയോടോ യുക്തിയോടോ സംവദിക്കാത്ത തരത്തിലുള്ള ആളുകളാണ്. ചില ഘട്ടത്തിലൊക്കെ നമ്മൾ ആലോചിച്ചു പോയി, ഈ സാമ്രാജ്യത്വ ശക്തികളും ഈ പാകിസ്ഥാനിലെ ISI എന്നൊക്കെ പറയുന്നത് ഇത്തര വലിയ ഫൂളുകളായി പോയോ? 6ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത തടിയന്റെ വിട നസീറിനെയാണോ ലഷ്കർ-എ തൊയ്യബയെ പോലെയുള്ള ഒരു വലിയ ഭീകര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവർക്ക് കിട്ടിയത് എന്നാലോചിച്ചാൽ നസീറിനെ കുറിച്ച് മാത്രമല്ല, ലഷ്കർ-എ തൊയ്യബയെ കുറിച്ചും ഇവിടുത്തെ ഇന്റലിജൻസിനെ കുറിച്ചും ഒക്കെയുള്ള മതിപ്പ് നഷ്ടപ്പെടുകയാണ്. ഇന്റലിജൻസിന്റെ കാര്യം അവിടെ കിടക്കട്ടെ, ലഷ്കർ-എ തൊയ്യബ എങ്കിലും ഇത്തരത്തെയും വളരെ മോശക്കാരല്ല എന്ന് അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്, ISIയുടെ ഒക്കെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ. അവരൊക്കെ ഇത്ര കൊച്ചാക്കാമോ എന്ന കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിനൊക്കെ പിന്നിൽ വൻ സ്രാവുകളുണ്ടാകും. സാമ്രാജ്യത്വത്തിന്റെ ചരിത്രമറിയാവുന്ന ആളുകൾക്ക് അതിൽ യാതൊരു സംശയവുമില്ല എന്ന കാര്യമാണ്. ഇതിന്റെയൊക്കെ വേരുകൾ പാകിസ്ഥാനിൽ മാത്രമല്ല, പാകിസ്ഥാനിൽ മേൽവേര് മാത്രമേ ഉള്ളൂ. അടിവേര് ന്യൂയോർക്കിലും അടിവേര് പാരീസിലും അടിവേര് ജർമ്മനിയിലും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യമായിട്ടുള്ള ബുദ്ധി നമുക്കുണ്ടാവണമെന്നാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ എതിരെ സംസാരിക്കേണ്ട എന്നല്ല, ISIക്ക് എതിരെ സംസാരിക്കേണ്ടതല്ല എന്നല്ല, ആ ലഷ്കർ-എ തൊയ്യബയ്ക്കെതിരെ സംസാരിക്കേണ്ട എന്നല്ല, അതിനപ്പുറത്തും സംസാരിക്കണം, അതിനപ്പുറത്തും കണ്ണുകൾ വേണം, അതിനപ്പുറത്താണ് യഥാർത്ഥത്തിൽ ഉള്ള പ്രതികൾ കിടക്കുന്നത് എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. വളരെ പാവപ്പെട്ട ദുർബലരായിട്ടുള്ള ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകൾ ഇവർ കാണിച്ചിട്ടുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ള വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ മാത്രമല്ല, എന്ത് കോപ്പാണ്, എന്ത് സ്കോപ്പാണ് ഈ ആളുകൾക്കുള്ളത് എന്ന് നമ്മളൊക്കെ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്നത് യഥാർത്ഥത്തിലുള്ള വലിയ പ്രതികൾ രക്ഷപ്പെടുകയും ഇത്തരത്തിലുള്ള വിപ്പിംഗ് ബോയ്സ് എന്ന് ഇർഷാദ് പറഞ്ഞതുപോലെ ഈ ചാട്ടവാറടി കൊള്ളാൻ വേണ്ടിയുള്ള ഈ കൂലിത്തൊഴിലാളികളായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ മാറുകയും ചെയ്യുന്നു എന്ന കാര്യമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം അവിടെ തന്നെ കിടക്കുകയാണ്. ഇതുമൂലം സംഭവിക്കുന്നത് എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം ഉണ്ടാകുന്നത് ഒരു സമുദായത്തെ മുഴുവൻ താറടിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയും സാഹചര്യവും ഉണ്ടാകുന്നു. അത് വളരെ വേദനാജനകമാണ് എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ അതിന്റെ പിറവി മോശമാണ്. തീർച്ചയായിട്ടും അതിന്റെ വളർച്ചയിലും അവര് മോശത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് പാകിസ്ഥാനും ഇന്ത്യയും ശത്രുക്കളാണ് എന്ന തരത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ ചെവിയിലും അവരുടെ ചെവിയിലും സദാസമയം മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല സാധ്യതകൾ അതിനുണ്ട്. പക്ഷേ ആ പ്രതികൾ എന്ന നിലയ്ക്ക് അവരുടെ ഗുരുനാഥന്മാരെ ആരാണ് എന്ന്, അവരുടെ പരിശീലകരാരാണ് എന്ന്, അവരുടെ സ്പോൺസർമാരാരാണ് എന്ന് ചിന്തിക്കാൻ ദയവായിട്ട് നമുക്ക് ബുദ്ധി ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വീണ്ടും ഞാൻ പറയുന്നു, നമ്മളൊക്കെ ഉറങ്ങാൻ പോവുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും ശരീരം ഉറങ്ങുമ്പോഴും മനസ്സുറങ്ങാൻ പാടില്ലാത്തതാണ്. നമ്മളൊരു ഭരണാധികാരി ഉറങ്ങിയതിന്റെ ഒട്ടനേകം ഭരണാധികാരികൾ ഉറങ്ങിയതിന്റെ ഒട്ടനേകം ഭരണാധികാരികൾ മൗനം പാലിച്ചതിന്റെ ആ ശിക്ഷയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം.
മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാനുള്ളതാണ് ഈ പരിപാടി. അതാണ് ഈ പരിപാടിയുടെ സന്ദേശം. ഉണർന്നിരിക്കുക, ഈ രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി, കാലത്തിന് വേണ്ടി, ചരിത്രത്തിന് വേണ്ടി എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അസിസ്റ്റന്റ് അമീർ കെ സിദ്ദീഖ് ഹസൻ സാഹിബ്, അധ്യക്ഷത വഹിച്ച സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് പി മുജീബ് റഹ്മാൻ, ഇവിടെ പ്രഭാഷണങ്ങൾ നിർവഹിച്ച പി കെ പോക്കർ, ഒ അബ്ദുറഹ്മാൻ സാഹിബ്, എസ് ഇർഷാദ്, കൂട്ടിൽ മുഹമ്മദ് അലി, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ടി മുഹമ്മദ്, വളരെ നേരത്തെ തന്നെ ഈ റാലിയിലും പൊതുസമ്മേളനത്തിലും എത്തിച്ചേർന്ന മുഴുവൻ സഹോദരങ്ങൾക്കും സഹപ്രവർത്തകർക്കും സോളിഡാരിറ്റിയുടെ അഭിവാദ്യങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി സമാപിച്ചതായി അറിയിക്കുന്നു.